വിശദമായ വാർത്തകളിലേക്ക്. പ്രളയം കഴിഞ്ഞ് 6 മാസം പിന്നിടുമ്പോഴും ഇടുക്കി ആസ്ഥാന മേഖല ഉൾപ്പെടുന്ന മേഖല അവഗണനയിലാണ്. എല്ലാം ശരിയാകുമെന്ന് സർക്കാർ പറയുമ്പോഴും സർക്കാർ ഒപ്പമില്ലെന്ന ആശങ്കയാണ് ഇടുക്കിയുടെ ആസ്ഥാന മേഖല പങ്കുവയ്ക്കുന്നത്. പ്രളയാനന്തര പുനർനിർമ്മാണം വാഗ്ദാനങ്ങൾ മാത്രമായി അവസാനിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിൽ നിന്നും പുറത്തുവരുന്നത്. പ്രളയം നടന്ന് 6 മാസമാകുമ്പോഴും തകർന്ന ബസ് സ്റ്റാൻഡോ പാർക്കിംഗ് ഏരിയയോ പുനർനിർമ്മിക്കുന്നതിന് പോലും സർക്കാരിനായിട്ടില്ല. വ്യാപാരികളും ടാക്സി തൊഴിലാളികളും ആണ് ഇതുമൂലം ഏറ്റവും അധികം വീർപ്പുമുട്ടുന്നത്. പ്രളയത്തിന് ശേഷം വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ കഴിയുന്നത്. ഞങ്ങൾക്ക് നിലവിലൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നത് വെള്ളത്തിൽ പോയി. ഇപ്പോൾ ഞങ്ങൾ കിടക്കുന്ന സ്റ്റാൻഡിലേക്ക് വളരെ അസൗകര്യപൂർണ്ണമായ സൗകര്യം കുറവാണ്. ഇപ്പം പാലം പണിയോടനുബന്ധിച്ച് നമ്മളോടൊരു കാര്യം ഒരാൾക്കാർ ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ഒരാരും ഉത്തരവാദിത്തപ്പെട്ടാരും നമ്മളോട് പറഞ്ഞിട്ടില്ല. നിർമ്മാണ നിരോധിത മേഖലയാണെന്ന് പ്രചരണം നടത്തിയാണ് ചെറുതോണിയിലെ വികസനങ്ങൾക്ക് ചിലർ തടസ്സം നൽകുന്നത്. ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ MLA റോഷി അഗസ്റ്റിന് 50 ലക്ഷം രൂപ അനുവദിച്ച് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. പ്രളയത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് പോലും ദുരിതാശ്വാസ ധനസഹായം ലഭ്യമായിട്ടില്ല എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ധനപാലൻ മങ്കുവ പറയുന്നു. ചെറുതോണി ജില്ലാ ആസ്ഥാന മേഖലയിൽ അതിവേഗം വളർച്ച പ്രാപിച്ചുകൊണ്ടിരുന്ന ചെറുതോണി ടൗൺ ഇന്ന് ഒരു നിർജീവാവസ്ഥയിലാണ്. തകർന്നു പോയ പ്രളയം കൊണ്ടുപോയ ബസ് സ്റ്റാൻഡും 25ഓളം വ്യാപാര സ്ഥാപനങ്ങളും നിരവധി പേരുടെ ജീവിത പ്രശ്നങ്ങൾ ഉപജീവന മാർഗങ്ങളുമെല്ലാം നഷ്ടമായി, എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. മരണം നടന്ന പല സ്ഥലങ്ങളിലും ഈ അടുത്ത സമീപത്തുള്ള 3-4 പഞ്ചായത്തുകളിൽ ഗാന്ധിനഗർ കോളനി, പെരുങ്കാല, കീരിത്തോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ മരണമടഞ്ഞ പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ കണ്ടത് ദയനീയമായ കാഴ്ചകളാണ്. അവരുടെ പേര് പോലും ലിസ്റ്റിലില്ലെന്നും പറഞ്ഞ് ഇപ്പോഴും ചില വീട്ടുകാർ കളക്ടറേറ്റിലൊക്കെ കയറി ഇറങ്ങുന്ന കാഴ്ചയും ഇതിനിടെ കാണാൻ കഴിഞ്ഞു. കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ചു നിന്ന വ്യാപാര മേഖല പ്രളയത്തെ തുടർന്ന് പൂർണ്ണമായും തകർന്നു. ചെറുതോണിയിലെ 30ഓളം വ്യാപാര സ്ഥാപനങ്ങൾ ഒഴുകിപ്പോവുകയും ചെറുതോണി ടൗണിന്റെ ഒരു ഭാഗം ഒലിച്ചു പോവുകയും ചെയ്തിട്ട് വ്യാപാര മേഖലയുടെ പുനർനിർമ്മാണത്തിന് സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. പാർക്കിംഗ് ഏരിയ നിർമ്മിക്കാത്തതിനെ തുടർന്ന് ടൗണിൽ ഗതാഗതക്കുരുക്കുകളും അപകടങ്ങളും പതിവായിരിക്കുകയാണ്. ടൗണിലെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ മുഴുവൻ ഭാഗവും ഒലിച്ചുപോയി. ടൗണിൻ്റെ വികസനത്തിന് അനുയോജ്യമായ ഭാഗങ്ങളാണ് ബസ് സ്റ്റാൻഡും പാർക്കിംഗ് ഏരിയയും. ഇത് ഒലിച്ചതോടുകൂടി ടൗൺ ആകെ അനിശ്ചിതത്വത്തിലാണ്. ഇപ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തതിനാൽ തലങ്ങും വിലങ്ങും വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും ബസ്സുകൾ റോഡിന് സൈഡിൽ തന്നെ ടൗണിൽ തന്നെ നിർത്തുകയും ആളെ കയറ്റി ഇറക്കുകയും ചെയ്യുന്നതോടുകൂടി ടൗണിൽ സദാസമയവും ഗതാഗതക്കുരുക്കാണ്. ആൾക്കാർക്ക് നടന്നുപോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. വാഹനം നിർത്താൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ടൗണിലേക്ക് വാഹനം വാങ്ങാൻ ആൾക്കാർ ഇപ്പോൾ എത്തുന്നില്ല. പലരും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മറ്റു ടൗണുകളിലേക്ക് പോവുകയാണ്. ചെറുതോണിയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും നിർമ്മാണ നിരോധിത മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് നിർമ്മാണത്തിന് അനുമതി നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പ്രളയാനന്തര പുനഃസൃഷ്ടിയിൽ സർക്കാർ ഇടുക്കിക്കാർക്ക് എന്ത് ചെയ്തു? ഇടുക്കി ആസ്ഥാന മേഖലയിൽ പുനഃസൃഷ്ടി സാധ്യമോ? ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അനിൽ ആനിക്കാട് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു, സുരേഷ് എസ് BJP, സിബി മൈക്കിൾ CPI AITUC, NJ വർഗീസ് വ്യാപാരി വ്യവസായി ചെറുതോണി ജനറൽ സെക്രട്ടറി. ശ്രീ NJ വർഗീസ്, ഈ കഴിഞ്ഞ പ്രളയം ഇടുക്കി ആസ്ഥാന മേഖലയെ വല്ലാണ്ട് ബാധിച്ചു. ഒരു പുനഃസൃഷ്ടി സാധ്യമല്ലാത്ത വിധം പലയിടങ്ങളും നശിച്ചുപോയി. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ തകർന്ന് ഇല്ലാതായി. ഇപ്പോഴത്തെ അവസ്ഥ, പ്രളയം കഴിഞ്ഞു 6 മാസം പിന്നിടുന്നു. സർക്കാർ ഒപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. പക്ഷേ ഇത് സർക്കാർ ഒപ്പമുണ്ടെന്ന തോന്നൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒപ്പമുണ്ടോ? തീർച്ചയായിട്ടും ചെറുതോണിയുടെ ഇപ്പോഴത്തെ, പ്രത്യേകിച്ചും ഇടുക്കി ജില്ലാ ആസ്ഥാന നഗരിയായ ചെറുതോണിയിൽ ഇപ്പോൾ വന്നു ഭവിച്ചിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ അതിന് മറുപടി പറയാൻ പ്രയാസമാണ്. കാരണം നിലവിൽ വളരെ തൊട്ടടുത്തുള്ള ഗാന്ധിനഗർ കോളനിയിലും അതുപോലെ തന്നെ ആ പരിസര പ്രദേശങ്ങളെല്ലാം ഒത്തുചേരുന്ന ഏറ്റവും ഒരു പ്രമുഖ ഒരു ചെറിയ പട്ടണം ആണെങ്കിൽ പോലും വളരെയധികം ജനസാന്ദ്രത, ജനങ്ങൾ വന്നു പോകുന്ന ഒരു സ്ഥലമായിരുന്നു ചെറുതോണി. ഈ പ്രളയത്തെ തുടർന്ന് അതിൻ്റെ പുനഃസൃഷ്ടി സാധ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാധ്യമാണ്. അതിന് ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലങ്ങളിലും അതുപോലെ രാഷ്ട്രീയ എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സഹകരണം
അവിടെയാണ് ഞങ്ങളെപ്പോഴും പലപ്പോഴും അവിടുത്തെ ഒരു വ്യാപാരി എന്ന നിലയിലും സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും ഞാൻ പലപ്പോഴും എനിക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്നൊരവസ്ഥയാണ്. ഏത് പരിപാടികൾ കൊണ്ടുവന്നാലും അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളൊക്കെ പലപ്പോഴും അതൊക്കെയാണ് അത് നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. തീർച്ചയായിട്ടും അവിടെ 72 നമ്മുടെ ജില്ലാ ആസ്ഥാനം ജില്ല രൂപീകരിച്ചതിന് ശേഷമുള്ള ഈ 66 വർഷം ഇതിന് ശേഷമുള്ള ഈ കാലഘട്ടങ്ങളിലെല്ലാം നമുക്കൊരിക്കലും എന്താ പറഞ്ഞ അതിനുശേഷം ഉണ്ടായ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. കാരണം അതിനുശേഷം രൂപം കൊണ്ട പല സ്ഥലങ്ങളിലും പല ജില്ലകളും അതിനുശേഷം വളരെ വിശാലമായ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത്. അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രളയം ഞങ്ങളെ വല്ലാതെ തകർത്തിരിക്കുകയാണെന്നുള്ളൊരു ഇതൊക്കെ സത്യം തന്നെയാണ്. കാരണം ഇതിനൊരു അവസാനമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ തരത്തിലും പ്രത്യേകിച്ചും ഞങ്ങളൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന അവിടെ ഒരു ചെറിയ വീടിൻ്റെ പുറകിൽ മണ്ണ് മാറ്റിയാൽ വഴി സൈഡിലെ മണ്ണ് മാറ്റിയാൽ അപ്പോൾ തന്നെ അവിടെയുള്ള അതിൻ്റെ RDO പോലെയുള്ളവർ ഇക്കാര്യത്തിൽ വളരെ വല്ലാത്തൊരു നിലപാടാണ് എടുക്കുന്നത്. JCB എടുത്തുകൊണ്ട് പോവുക അതുകൊണ്ട് ഒന്നും ചെയ്യാൻ ആവാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ അവിടെ ജീവിച്ചു പോകുന്നത്. സിബി മൈക്കിൾ, അദ്ദേഹം പറഞ്ഞത് വ്യാപാരി വ്യവസായ സമൂഹത്തിനെ പ്രതികരിച്ച് അദ്ദേഹം പറഞ്ഞത് കേട്ട് കാണുമല്ലോ. ഈ ആസ്ഥാന മേഖലയുടെ വികസനത്തിന് സർക്കാർ ഈ 6 മാസം പിന്നിടുമ്പോൾ എന്തു ചെയ്തു? പ്രളയം കഴിഞ്ഞ ആ സാഹചര്യത്തിൽ തന്നെ ആ റോഡ് നിർമ്മിക്കുന്നതിനായി വേണ്ടി അന്നേരം തന്നെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് വരുമ്പോൾ അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാം ആയി വരുമ്പോൾ താഴെ കിടക്കുന്ന പഞ്ചായത്ത് തലത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് തലത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലുള്ള അവരെല്ലാം ഇതിന് പൂർണ്ണ ചെയ്യേണ്ട പണികൾ, അതായത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കണം. സർക്കാർ എപ്പോഴും ജനങ്ങൾക്കൊപ്പമാണ്, ഇടുക്കിക്കൊപ്പമാണ്. അത് എന്നിട്ട് ഈ 6 മാസം പിന്നിടുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല. ഒപ്പമുണ്ടെന്ന് 6 മാസം എന്ന് പറയുന്ന ഈ പ്രളയത്തെ അടുത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇടുകൊടുക്ക ചോറും കറിയും എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല. അത് പ്ലാനിങ് വേണം, ഒരുപാട് പ്ലാനിങ്ങും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സഹകരണം വേണം. അതിനകത്ത് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ചില സഹകരണം ഇല്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം സഹകരണമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ സഹകരണമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർ വരാൻ ചില തൽപര കക്ഷികളായ ചില ആൾക്കാർ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇപ്പോൾ നിസ്സാരം മണ്ണ് മാറ്റുന്ന കാര്യം പറഞ്ഞു. മണ്ണ് മാറ്റാൻ തുടങ്ങുമ്പോൾ തന്നെ ഇടുക്കിയിലെ ചില ആൾക്കാർ തന്നെയാണ് അതിന് തുരങ്കം വെച്ച് കോടതികളിലും അവിടെയും ഇവിടെയും ഒക്കെ പോയി ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വരുന്നത്. ആ സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ വന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആ പ്രശ്നങ്ങൾ പൊതുവെ ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയിലുള്ള വ്യാപാരികളെയും അതുപോലെ തന്നെ എനിക്ക് മുമ്പ് സൂചിപ്പിച്ച അപ്പച്ചായി പറഞ്ഞ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ വിഷമം ഉണ്ടാക്കാനുള്ള കാര്യം അവിടുത്തെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അനിൽ അനിക്കാട്, അവിടുത്തെ ആളുകൾ തമ്മിലുള്ള പ്രശ്നമാണ്. സർക്കാരിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഈ പുനർനിർമ്മാണത്തിൽ പ്രശ്നങ്ങളില്ല എന്നാണ് AITUS പ്രതിനിധീകരിച്ചെത്തിയ സിബി മൈക്കിൾ പറയുന്നത്. സുഹൃത്ത് പറഞ്ഞത് ശരിയായ കാര്യമല്ല. പ്രളയം നടന്ന് 6 മാസം പിന്നിടുകയാണ്. ഈ 6 മാസം പിന്നിടുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ മനസ്സാക്ഷിയെ തന്നെ തെറ്റിച്ച മഹാപ്രളയമുണ്ടായി. കിടപ്പാടം തന്നെ നഷ്ടപ്പെട്ടവരുണ്ട്, ജീവനോപാധികൾ നഷ്ടപ്പെട്ടവരുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും യാതൊരുവിധ സമാശ്വാസ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. വീട് നഷ്ടപ്പെട്ട ഒരാൾക്ക് പോലും ആദ്യ ഗഡു വിതരണം ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഒരു റോഡിൻ്റെ പോലും പുനർനിർമ്മാണം നടത്തുന്നതിന് ഉള്ള പദ്ധതി രൂപീകരിച്ച് നടപ്പിലാക്കിയിട്ടില്ല. പ്രളയത്തിന് ശേഷം വീടുകൾ നഷ്ടപ്പെട്ടവരുടെ വീട് പരിശോധിക്കുന്നതിന് പോലുമുള്ള ഒരു ശാസ്ത്രീയമായ പരിശോധന പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്കറിയാം 33,000 ചില്ലുവാനം ആളുകൾക്ക് ക്യാമ്പിൽ കഴിഞ്ഞ ആളുകളുണ്ട്. ക്യാമ്പിൽ കഴിയുന്നവർക്ക് അടിയന്തര ധനസഹായമായി 10,000 രൂപ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് നമ്മുടെ ജില്ലയിൽ 3,700ഓളം ആളുകൾക്ക് മാത്രമാണ് പ്രളയത്തിന് ശേഷം ആ ആദ്യ ഗഡു 10,000 രൂപയുടെ ധനസഹായം പോലും വിതരണം ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ജില്ലയിൽ പ്രളയത്തിന് ശേഷം സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ സുമനസ്സുകളായിട്ടുള്ള ആളുകളും ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് ഓടിയെത്തി നൽകിയിട്ടുള്ള സഹായങ്ങളല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തികഞ്ഞ അവജ്ഞയാണ് ഈ പ്രളയവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. സുരേഷ്, ഈ പ്രളയ അനന്തര പുനർനിർമ്മാണത്തിൽ
കേരളം ഒരു രാജ്യമല്ല, ഒരു രാജ്യത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാരിന് ഇതിൻ്റെ അകത്ത് നിർണായക പങ്കുവഹിക്കാനുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുകയും ഈ പ്രളയകാലത്ത് എല്ലാം നൽകുമെന്ന് ഈ സംസ്ഥാന സർക്കാരിനൊക്കെ ഉറപ്പ് നൽകിയതാണ്. പക്ഷേ വേണ്ടത്ര സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. നിസ്സാര തുക മാത്രം കൊടുത്തു. അതിനുശേഷം അതിൽ നിന്ന് റേഷൻ വിഹിതത്തിൽ 300 കോടി തിരിച്ചു പിടിക്കുന്നു. അതോടൊപ്പം സൈന്യം വന്നതിൻ്റെ ചെലവ് കൂടി തിരിച്ചു വാങ്ങുന്ന ഒരു നയസമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിവേചനം കേരളത്തോട് കാണിക്കുകയില്ല. പ്രത്യേകിച്ച് ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള നാശനഷ്ടമുണ്ടായി. ആലപ്പുഴ അങ്ങനെയുള്ള എല്ലാ ജില്ലകളിലും വലിയ നാശനഷ്ടമുണ്ടായി. പക്ഷേ ഈ ഒരു പുനരുദ്ധാരണം എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്ത് നടക്കുന്ന വലിയ നാശനഷ്ടം ഒരു സംസ്ഥാന സർക്കാരിനെ കൊണ്ട് മാത്രം അതിജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കേന്ദ്രം ഇടപെടേണ്ടതല്ലേ? ഈ നാമമാത്രമായ സഹായം ചെയ്തതിനു ശേഷം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിരിക്കുന്നത് ശരിയാണോ? ഒരിക്കലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ് കുറ്റം പറഞ്ഞിട്ടില്ല. എത്ര റോഡ് പോയിട്ടുണ്ട്, എത്ര വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം യഥാർത്ഥ കണക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ അത് സമർപ്പിച്ചിട്ടില്ല. ഒന്ന്, ഇത് ആദ്യം തന്നെ കേരള മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും പറഞ്ഞിട്ടുണ്ട്, അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഏകദേശം 2700 കോടിയോളം രൂപ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള കണക്കുകൾ, എത്ര റോഡുകൾ പോയിട്ടുണ്ട്, എത്ര വീടുകൾ പോയിട്ടുണ്ട്, ബാക്കിയുള്ള നാശനഷ്ടങ്ങൾ എത്രയുണ്ടെന്നുള്ള യഥാർത്ഥ കണക്ക് പോലും സംസ്ഥാന ഗവൺമെൻറ്റിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അനർഹരായിട്ടുള്ള ആളുകളെ ഈ ലിസ്റ്റുകളിൽ തിരികെയതുകൊണ്ട് യഥാർത്ഥ കണക്കുണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെയൊക്കെ പഞ്ചായത്തിൽ, ഇപ്പോൾ വാഴത്തോപ്പ് പഞ്ചായത്തിലൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അനർഹരായിട്ടുള്ള ഒത്തിരി ആളുകൾ കടന്നുകൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പൈസ കണ്ടെത്താനും അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതിനെക്കൊണ്ട് ഇവർക്ക് കണക്ക് കൊടുക്കാൻ തന്നെ സാധിച്ചിട്ടില്ല. പിന്നെ കേന്ദ്രത്തിൻ്റെ ഇപ്പോൾ ജില്ലാ ആസ്ഥാനത്ത് തന്നെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ NH-185 വർക്കിൻ്റെ മൂന്നാമത്തെ വർക്ക് നടക്കുന്നതിൻ്റെ ഫണ്ട് വക മാറ്റിയാണ് ഇപ്പോൾ ഡാം തുറന്നു വിട്ട് NH റോഡ് സൈഡ് പോയതിൻ്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 35 കോടി 48 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വക മാറ്റിയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ കണക്ക് കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ തന്നെയുമല്ല, അതുപോലെ വിവിധ പ്രശ്നങ്ങളുമായിട്ട് കണക്ക് കൊടുക്കുന്നതിനകത്ത് ഇവർക്ക് പരാജയം പറ്റിയിട്ടുണ്ട് സർക്കാർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. സർക്കാർ ചെയ്തെന്ന് വരുത്തി തീർക്കുക മാത്രമേ ഉള്ളൂ. ചാനലുകളിൽ കൂടെയും മാധ്യമങ്ങളിൽ കൂടെയും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് മാത്രമേ ഉള്ളൂ. സർക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇതുവരെ ചെയ്തിട്ടില്ല. കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയവർക്ക് 2 ലക്ഷം രൂപ കൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഉപ്പുതോട്ടിൽ ഒരു ചേച്ചിയുടെ ബോഡി കിട്ടിയിട്ടില്ല, അവരുടെ കാല് മാത്രമേ കിട്ടിയുള്ളൂ. മരിച്ചുപോയെന്ന് വ്യക്തമായിട്ടില്ല. ആ വീട്ടിലെ 3 പേരും മരിച്ചുപോയതാണ്. അപ്പോൾ ആ ചേച്ചിയുടെ കാല് മാത്രം കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ 2 ലക്ഷം രൂപ കൊടുക്കുന്നത് വരെ നിഷേധിച്ചിരിക്കുകയാണ്. അതുപോലെയുള്ള ഒരു പ്രശ്നങ്ങളാണ്. ജില്ലാ ആസ്ഥാനം എന്ന നിലയിൽ ചെറുതോണിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 42 വർഷമായി ജില്ല രൂപീകൃതമായിട്ട് ഈ ജില്ലാ ആസ്ഥാനത്തിന് വേണ്ടി ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡ്, ഒരു താൽക്കാലിക ബസ് സ്റ്റാൻഡ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ചിരുന്ന ബസ് സ്റ്റാൻഡ് അത് ഡാം തുറന്നു വിട്ടപ്പോൾ ഒലിച്ചുപോയി. അത് താൽക്കാലിക ഒരു പാർക്കിംഗ് സംവിധാനം മാത്രമായിരുന്നു. അത് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ജില്ല തന്നെയാണ് ഇടുക്കി ജില്ല. ജില്ലാ ആസ്ഥാനത്ത് ബസ് സ്റ്റാൻഡും അനുബന്ധ സൗകര്യങ്ങളും ഇല്ലാത്തത്. അതിനെക്കുറിച്ചൊന്നും സർക്കാർ പറയുന്നില്ല. ഇത്ര നാളായിട്ട് ഇതിപ്പോൾ പ്രളയമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലും ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാമായിരുന്നല്ലോ. 10-60 വർഷമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇതാണ് CB മൈക്കിൾ യഥാർത്ഥ സ്ഥിതി. നിങ്ങൾ കണക്ക് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കേന്ദ്രം പണം തന്നിട്ടില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാതെ ഈ ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയല്ലേ? യഥാർത്ഥ അവസ്ഥ അതല്ലേ? അദ്ദേഹം പറഞ്ഞതിന് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഒരുപാട് അതല്ല യഥാർത്ഥ അവസ്ഥ. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, LDF-കാർക്ക് മാത്രം ലിസ്റ്റിൽ കുത്തിക്കയറ്റി അവർക്ക് മാത്രം കൊടുക്കുന്നതുകൊണ്ടാണ് ഈ കണക്കിലൊന്നും പെടാത്തത്, ഇല്ലെങ്കിൽ കണക്ക് വരാത്തതെന്ന്. അതുപോലെ എൻ്റെ സുഹൃത്ത് അനിൽ ആലിക്കാടൻ പറഞ്ഞു, ഈ വീട് പോയാൽ ക്യാമ്പിൽ കിടന്ന മുഴുവൻ ആൾക്കാർക്കും 10,000 രൂപ വെച്ച് സർക്കാർ കൊടുക്കാം എന്ന് പറഞ്ഞു, കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഈ 10,000 രൂപ വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞതിൻ്റെ അകത്തെ കാര്യം, ഈ പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഹൈ റേഞ്ചിലെ മലയുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർ സുരക്ഷിതമുള്ള വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ വീടുകൾക്കോ അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾക്കോ വലിയ പ്രശ്നങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ക്യാമ്പിൽ കിടന്ന എല്ലാവർക്കും ഈ പൈസ കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല.
ഒന്നും നഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രായോഗികമല്ല. പിന്നെ ഏതാനും ആൾക്കാരെ വിട്ടുപോയിട്ടുണ്ടാവാം. അവരുടെ കാര്യങ്ങൾ കൃത്യമായും ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുന്നുണ്ട്. അത് വിട്ടുപോയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ തീർച്ചയായും ഉൾപ്പെടുത്തി അവർക്ക് നഷ്ടപരിഹാരം കിട്ടും. അത് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്തൊരു ഒരു നിമിഷം ഈ പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രളയാനന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇതിനോടകം കുറേ തുക തന്നിട്ടുണ്ട്. ആ തുക ചിലവഴിച്ചു എന്ന് ആണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. ഇത് സംബന്ധിച്ച കണക്കുകൾ മാത്രമല്ല, ഇനി ഏതെല്ലാം കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഇനി വേണം, എത്രമാത്രം തുക ഇനി ആവശ്യമുണ്ട്, ഇത് സംബന്ധിച്ച ഒരു വിശദമായ ഒരു കണക്ക് അല്ലെങ്കിൽ ഒരു പദ്ധതി രൂപരേഖ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് BJP പ്രതിനിധി പറയുന്നത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകാൻ കഴിയും? സർക്കാർ കൊടുത്തില്ല എന്ന് BJP പ്രതിനിധി പറയുന്നത് തെറ്റാണ്. സർക്കാർ കൃത്യമായ കണക്കുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രി സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് അത് ആ പ്രളയം നടന്ന ആ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഇവിടെ വന്നിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി അവിടെ പോയി കണ്ടിരുന്നു. അതിനുശേഷം കുറച്ച് തുക ഈ സമാശ്വാസ നടപടികൾ ആദ്യഘട്ടം എന്ന രീതിയിൽ കേന്ദ്രം അനുവദിച്ചു. അതിൻ്റെ അകത്ത് കുറേ ഫണ്ട് തിരിച്ചു പിടിക്കുകയൊക്കെ ചെയ്തു. അതല്ല ഞാൻ ചോദിച്ചത്. അതിനുശേഷം ഇദ്ദേഹം BJPയുടെ പ്രതിനിധി ആരോപിച്ചത് നിങ്ങൾ വീണ്ടും ഈ ഒരു പദ്ധതി രൂപരേഖ തയ്യാറാക്കി എന്തെല്ലാമാണ് ഞങ്ങൾക്ക് ആവശ്യം, എത്ര വീട് നഷ്ടപ്പെട്ടു, എത്ര ആൾക്ക് പരിക്കുണ്ട്, എത്രയാൾ മരിച്ചു എന്നത് സംബന്ധിച്ചും ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനും കേരള പുനഃസൃഷ്ടിക്കും വേണ്ടുന്ന തുക എത്ര എന്നത് സംബന്ധിച്ച് ഒരു കണക്ക് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ വെക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് തീർച്ചയായും ഉണ്ടോ സുരേഷ്? ഇന്നലെ വരെ അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള കണക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത്. അത് കൊടുത്തിട്ടുണ്ടോ എന്നിപ്പം ഭരണകക്ഷിയുടെ ആൾ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കാര്യമില്ല, ഞാൻ അറിയാതെ ചിലപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികൾ തന്നെയാണല്ലോ ഇത് പ്രചരിപ്പിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറയുന്നത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ദേശം പോട്ടെ. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം ആരോപിച്ചൊരു ഒരു സംഭവത്തിന് കൃത്യമായ മറുപടി നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കേന്ദ്രം ഫണ്ട് തരണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് കേന്ദ്രം ഫണ്ട് കൂടുതൽ തരണമെങ്കിൽ വ്യക്തമായ പദ്ധതിയും രൂപരേഖയും കൊടുത്തിട്ടില്ല. അത് കൊടുത്താൽ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അത് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. പൂർണ്ണമായും എല്ലായിടത്തും ഒന്നും കൊടുക്കാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല എല്ലാത്തിനും. പക്ഷേ ഇപ്പം നിലവിൽ അത്യാവശ്യം നടക്കേണ്ട അതാണ് സംഭവിച്ചിട്ടുള്ളൂ. അനിൽ ആനിക്കാട്, യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് കേരള പുനഃസൃഷ്ടിയിൽ ഈ നാശനഷ്ടം സംഭവിച്ചതിന് ഒരു പുനരുദ്ധാരണത്തിന് ഈ കേരളത്തോട് വിവേചനം കാട്ടിയെന്ന് കോൺഗ്രസിന് തോന്നുന്നുണ്ടോ? കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ പ്രളയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടുത്തെ ജനസമൂഹത്തോട് നീതിയുക്തമായിട്ട് പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം. നമുക്ക് ഇവിടെ സൂചിപ്പിച്ചു, കണക്കുകളുടെ പാകപ്പിഴവ് കൊണ്ടാണ് ക്യാമ്പുകളിൽ കഴിഞ്ഞവർക്ക് പണം കൊടുക്കാത്തത് എന്ന് പറയുന്നത് ശരിയല്ല. നമ്മുടെ സർക്കാർ പ്രളയത്തിന് ശേഷം ക്യാമ്പുകളിൽ കഴിഞ്ഞവരെ അവർക്ക് 10,000 രൂപ വീതമുള്ള ധനസഹായം കൊടുക്കുന്നതിന് സംസ്ഥാനത്ത് ഒരു മാനദണ്ഡം സ്വീകരിച്ചു. മന്ത്രിസഭ അംഗീകരിച്ച ആ മാനദണ്ഡത്തിൽ 48 മണിക്കൂർ വെള്ളം മുങ്ങിക്കിടന്നിട്ടുള്ള വീടുകളിൽ നിന്നും ക്യാമ്പുകളിലേക്ക് മാറി താമസിച്ചവർക്കാണ് ധനസഹായം കൊടുക്കൂ എന്ന് തീരുമാനിച്ചപ്പോൾ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം 48 മണിക്കൂർ പോയിട്ട് 4 മണിക്കൂർ പോലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയല്ല നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ നിന്നും മന്ത്രിസഭയിലുള്ള മണിയാശാൻ അടക്കമുള്ളവരുണ്ടായിരുന്ന ആ മന്ത്രിസഭാ തീരുമാനത്തിൽ ഇടുക്കി ജില്ലയോട് സംസ്ഥാന ഗവൺമെൻറ്റിന് കൂറ് പുലർത്തുന്നതിനോ ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ജനപ്രതിനിധികൾക്ക് അതിനുവേണ്ടി കൂറ് പുലർത്തുന്നതിനോ കഴിയാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രളയത്തിൽ വീടും ജീവനോപാധികളും നഷ്ടപ്പെട്ടുള്ളവർക്ക് ആദ്യഘടുവായിട്ടുള്ള 10,000 രൂപ പോലും കൊടുക്കുവാൻ കഴിയാത്ത ഒരു സ്ഥിതിയുള്ളത്. കണക്കുകളുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പ്രളയം ഉണ്ടായതിനു ശേഷം നിയമസഭയിൽ ആവശ്യപ്പെട്ട കാര്യമാണ്. ഇതിന് വ്യക്തമായ ഒരു കണക്കും ഒരു അക്കൗണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ട് കോടതി പറഞ്ഞിട്ട് പോലും ഈ ഗവൺമെൻറ് ഇതിന് വ്യക്തമായ ഒരു കണക്ക്
ഉണ്ടാക്കുന്നതിനോ അതിന് ഒരു മാനദണ്ഡം ഉണ്ടാക്കുന്നതിനോ അല്ല ശ്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പ്രളയത്തിന് ശേഷം ഈ ഗവൺമെൻറ്റുകൾ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇവിടുത്തെ ശബരിമല സ്ത്രീ പ്രവേശനമടക്കമുള്ള വിഷയങ്ങൾക്ക് പുറകിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് പ്രളയത്തിൽ ഉണ്ടായിട്ടുള്ള വരുമാനം അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പണം പാർട്ടിയും അതുപോലെ തന്നെ ഗവൺമെൻറ് മിഷനറി ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ, പെൻഷൻകാരെ ഉൾപ്പെടെ പിഴിഞ്ഞുകൊണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശ്രീ സിബി മൈക്കിൾ, ഇതാണ് പൊതുസ്ഥിതി. കോൺഗ്രസിൻ്റെ ആരോപണം ഇതാണ്. യഥാർത്ഥത്തിൽ ഈ പ്രളയം വന്നു, വലിയ പ്രശ്നങ്ങളുണ്ടായി, അതിന് കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിച്ചില്ല, ഉദ്ദേശിച്ച പണം ഖജനാവിലെത്തിയില്ല. അപ്പോൾ നിങ്ങൾ ഈ ശബരിമല വിഷയവും ഇതെല്ലാം അങ്ങ് ജനത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ഇവിടെ ഒരു നവോത്ഥാന കേരളം വേണം, അല്ലെങ്കിൽ ഈ പുനഃസൃഷ്ടി വിട്ടുകളഞ്ഞതിന് ശേഷം വനിതാ മതിലിൻ്റെ പുറകെ പോയി ശരിക്ക് ഇടുക്കിയിലെയും സംസ്ഥാനത്തെയും പ്രളയബാധിതരെ, ദുരിതബാധിതരെ നിങ്ങൾ യഥാർത്ഥത്തിൽ അവഗണിക്കുകയല്ലേ ചെയ്തത്? ആര് പറഞ്ഞു അവഗണിച്ചെന്ന്? അവഗണിക്കുക അല്ല എന്ന് എന്നോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവഗണിച്ചു എന്ന് പറയുന്ന, അവഗണന ഏറ്റ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് ആദ്യം ഈ ചർച്ചയിൽ അവസരം കൊടുത്തത്. അദ്ദേഹം പറയുന്നു ചെറുതോണിയിലെയും മറ്റു പ്രദേശങ്ങളിലെയും ആളുകൾക്ക് അവഗണനയിലാണ്, അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, 6 മാസമായിട്ട് അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ ഒന്ന് പുനരുദ്ധരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല, അവരുടെ വീടുകൾ പുനരുദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പാർപ്പിടം നഷ്ടപ്പെട്ടവർക്ക് പാർപ്പിടമില്ല, ക്യാമ്പുകൾ കഴിഞ്ഞവർക്ക് അടിയന്തര ധനസഹായം ലഭിച്ചിട്ടില്ല. ഇത് പറയുമ്പോൾ കിട്ടി ഞങ്ങളെല്ലാം നൽകി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? വീടുകൾ പോയ മുഴുവൻ ആൾക്കാർക്കും വീട് കൊടുക്കുമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സമയബന്ധിതമായി അത് കാര്യങ്ങൾ, അതിൻ്റേതായ കണക്കുകളും കാര്യങ്ങളും എല്ലാവരെയും പഞ്ചായത്ത് മുതൽ ഉള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഏർപ്പാട് ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ കാലയളവിനുള്ളിൽ തന്നെ അവർക്ക് വീടുകൾ തീട്ടും. പക്ഷേ ഈ വീടുകൾ പോകാത്ത, ഞാൻ പറഞ്ഞല്ലോ, ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയ ഒന്നും നഷ്ടപ്പെടാത്ത കുറേയധികം ആൾക്കാരുണ്ട്. അവർക്ക് ഈ സഹായം കിട്ടണം എന്ന് പറയുന്നതിൻ്റെ അകത്ത് അർത്ഥമില്ല. അവർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവർ പേടി കൊണ്ട് പോയി, ക്യാമ്പുകളിൽ പോയി എന്നുള്ളതാണ് സത്യം. ശ്രീ വ്യാപാരി വ്യവസായിയുടെ പ്രതിനിധിച്ച് എത്തിയിരിക്കുന്ന NJ വർഗീസ്, ഈ ആളുകൾ ഈ പ്രളയം വരും അല്ലെങ്കിൽ മഴ പെയ്യും എന്ന് കേട്ടപ്പോൾ ഈ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചു. അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര ധനസഹായം കൊടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ ഇറക്കിയ മാനദണ്ഡത്തിൽ 48 മണിക്കൂർ വെള്ളം കയറിക്കിടന്ന വീടുകൾക്ക് നാശനഷ്ടം കൊടുക്കാം, അതാണ് നിബന്ധന. ഈ കിഴക്കാന്തൂക്കായ മേഖലയിൽ വെള്ളം കെട്ടിക്കിടക്കണമെങ്കിൽ ഇടുക്കി ഒരു കടലായി മാറണം എന്ന് ഞാൻ വിശ്വസിക്കുക. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഡിനൻസ് ഇറക്കിയപ്പോൾ, നമ്മുടെ ഈ ജില്ലയിൽ നിന്നും 5 ജനപ്രതിനിധികളുണ്ടായിരുന്നു. പ്രളയം സംബന്ധിച്ച് ഒരു ദിവസം നിയമസഭ പ്രത്യേകം ചേരുകയും പ്രളയ ആനന്തര പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പ്രളയ ദുരിതം സംബന്ധിച്ചും നിയമസഭയിൽ വളരെ കൂലങ്കുഷമായി ചർച്ച നടന്നു. ഇടുക്കിയുടെ ശബ്ദം എവിടെയെങ്കിലും മുഴുകിയിരുന്നോ? ആ നിയമസഭാ സമ്മേളനം കാണുവാനോ കേൾക്കുവാനോ കഴിഞ്ഞിരുന്നോ? ആ നിയമസഭാ സമ്മേളനം കേൾക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ അതിനുശേഷം ചെറുതോണി, ഇപ്പം നമ്മൾ ചിത്രങ്ങളിൽ കാണുന്ന പോലെയുള്ള ആ പഴയ ബസ് സ്റ്റാൻഡിൽ 5ഓളം ചാനൽ ചർച്ചകൾ ഇവിടുത്തെ വലിയ മാധ്യമങ്ങളെല്ലാം വന്ന് നടത്തി. ഈ ചാനൽ ചർച്ചകളിൽ ഈ പറഞ്ഞ ഞങ്ങളുടെ പ്രതിനിധികളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ സംസാരങ്ങളിൽ നിന്നെല്ലാം ഇപ്പം ശരിയാക്കി തരാം, അല്ലെങ്കിൽ എല്ലാം ശരിയാകും, ഇല്ല ഞാൻ ഇങ്ങനെയുള്ള ഓരോ ചെറിയ ആ ഒരു വാഗ്ദാനങ്ങളല്ലാതെ ഇപ്പം ഞങ്ങളവിടെ പ്രത്യേകിച്ചും അനുഭവസ്ഥരെന്ന നിലയിൽ എനിക്ക് പറയാം, ഞങ്ങളുടെ ഇടുക്കി ജില്ലാ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ് വ്യാപാരികളുടെ ആ ഒരു അവസ്ഥയിൽ ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്തിട്ടുള്ളൂ. 25 ലക്ഷം രൂപ എല്ലാ യൂണിറ്റുകളിൽ നിന്ന് പിരിച്ചെടുത്ത് അതിൽ 7.5 ലക്ഷം രൂപയോളം ചെറുതോണിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചാണ് ഞങ്ങളുടെ ആ നഷ്ടപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരു ചെറിയ സഹായമെങ്കിലും. ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ചോദ്യങ്ങൾ പോലും വ്യാപാരികളുടെ നഷ്ടത്തെക്കുറിച്ച് ഒരു കണക്കെടുക്കാനോ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. ഈ ഒരു സംഭവങ്ങൾ ഇപ്പം ഞാൻ പറയാം, ഞങ്ങളുടെ ആ പാലത്തിന് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ പറഞ്ഞ പോലെ 35 കോടി രൂപയുടെ റോഡ് സൈഡ് കെട്ടുന്ന പണികൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ ചെറുതോണി എത്രമാത്രം തിങ്ങി ഞെരുങ്ങുകയാണെന്നുള്ള കാര്യം അവിടെ വന്നു പോകുന്ന ഓരോ മനുഷ്യനും അറിയാം. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു അപകടം തന്നെയുണ്ട്. നടന്നു പോയൊരു വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടൊരു സംഭവമുണ്ട്. കാരണം നടക്കാൻ അവിടെ സ്ഥലമില്ല. 2 സൈഡിലും വണ്ടികൾ വാഹനം പാർക്ക് ചെയ്യാനായിട്ട് മറ്റൊരു സ്ഥലം കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് അവിടെ ഇല്ല.
ഞങ്ങൾ നിവേദനങ്ങളുമായിട്ട് ജില്ലാ പഞ്ചായത്തും എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ എല്ലാം ഈ കമ്മിറ്റി കൂടും, അല്ലാണ്ട് ഇത് ഒപ്പം ശരിയാക്കി തരാമെന്ന് പറയുമല്ലാണ്ട് ഞങ്ങളുടെ വാഴ്ത്തോ പഞ്ചായത്താണേലും ഇക്കാര്യത്തിലൊന്നും യാതൊരുവിധ സ്റ്റെപ്പുകളും അവർ കമ്മിറ്റി കൂടുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കും. പക്ഷേ പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ. സുരേഷ്, നിങ്ങൾ പറയുന്നു സംസ്ഥാന സർക്കാർ കണക്ക് കൊടുത്തില്ല, അതുകൊണ്ട് പണം തന്നില്ല. കേരളത്തിലെ ജനം ഇന്ത്യയുടെ ഭാഗമല്ലേ? ഈ ജനത്തിന് വേണ്ടിയിട്ട് അന്ന് മുഖ്യമന്ത്രി കുറേ തുക ആവശ്യപ്പെട്ടിരുന്നു. അതിൽ കുറേ ഭാഗം കൊടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് കണക്ക് തന്നില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കണക്ക് തന്നില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് കേരളത്തെ അവഗണിക്കുന്നത് ശരിയാണോ? മാത്രമല്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ഭാരതീയരായ ആളുകൾക്ക്, വിദേശ മലയാളികളിൽ നിന്നും പണം സ്വരൂപിക്കാൻ മന്ത്രിമാർക്ക് പോകുവാൻ അനുമതി നൽകണമെന്ന്. നിങ്ങൾ അതുകൂടി അനുവദിച്ചില്ല. ശരിക്കും നിങ്ങൾ രാഷ്ട്രീയ വിവേചനം കളിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് കൂടി, അതായത് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിത്തല്ലും, അതിനിടയിൽ നിന്നും ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നിങ്ങൾ വളരെ ശത്രുതാപരമായ മനോഭാവം ഇടുക്കിയിലെയും കേരളത്തിലെയും ജനങ്ങളോട് സ്വീകരിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത് തീർച്ചയായിട്ടും അത് ശരിയല്ല. കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ഒരുമിച്ച് ഓരോ വേദിയിൽ കൊല്ലത്ത് പങ്കെടുത്തപ്പോൾ കേരളത്തിന് ഒപ്പമുണ്ടെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇരുത്തി അതേ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് കേരളത്തിന് ഒരിക്കലും ഇതായിട്ട് കാണുന്നില്ല, കേരളത്തിൻ്റെ ഒപ്പം എന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ സഹായങ്ങളും ഉണ്ടെന്ന് ആ വേദിയിൽ പറഞ്ഞപ്പോൾ ആ വേദിയിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന് ചോദിക്കായിരുന്നു, ഞാൻ കൊടുത്ത കണക്കനുസരിച്ചുള്ള പൈസ കിട്ടിയില്ല എന്ന് അവിടെ തന്നെ പറയാമായിരുന്നല്ലോ, എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ അത് ശരിയല്ല എന്നുള്ള കാര്യത്തിന് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് വന്ന് ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്ത് 2-3 വേദികളിൽ അങ്ങനെ ഈ കാര്യം കേരളത്തിനൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതൊക്കെ ഒരിക്കലും കേന്ദ്ര ഭരിക്കുന്ന BJP സർക്കാർ ഒരിക്കലും ഒരു സംസ്ഥാനത്തിനോടും വിവേചനം കാണിച്ചിട്ടില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ഒപ്പമുണ്ടെന്ന് നിങ്ങൾ ആവർത്തിച്ചിട്ട് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ കെട്ടിപ്പിടിച്ച് ഒപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യ ബോധം BJP സംസ്ഥാന ഘടകത്തിനും നിങ്ങൾക്കുമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്ക് ഒപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഒരേ വേദിയിലിരുത്തി പറഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടുന്ന സഹായം നൽകാതെ ഇത്തരം വാഗ്ദോരണി നടത്തിക്കൊണ്ട് എന്താണ് കാര്യം? അതിനാണ് ഉത്തരം നൽകേണ്ടത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നതുള്ള ഇപ്പൊ വീട് പോയ മൊത്തം ആളുകൾക്കും വീട് കൊടുക്കാനുണ്ട്. അത് കേരളത്തിൽ എന്താ ചെയ്തത്? അതിന്റെ പേര് മാറ്റി ലൈഫ് പദ്ധതി എന്നാക്കി. ഇപ്പൊ വീട് പോകുന്നവർക്ക് എത്ര വീട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്? 1 വർഷത്തിനുള്ളിൽ മൊത്തം വീട് കൊടുക്കാനുള്ള ഫണ്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്. ഈ പ്രളയത്തിന് പേര് മാറുന്നതല്ല. ഏത് പദ്ധതി എന്ന് വേണമെങ്കിലും പേരിട്ടോ, മോദിജി പദ്ധതി എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പദ്ധതി എന്നോ നിങ്ങൾ പേരിട്ടോ. പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് ഏതെങ്കിലും രൂപത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീട് ലഭിക്കണം, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് പാരിതോഷികം ലഭിക്കണം, അവർക്ക് സമാശ്വാസ നടപടികൾ ഉണ്ടാകണം, ഭൂമി നഷ്ടപ്പെട്ടവർക്ക് പകരം ഭൂമിയും കൃഷിയും ഉണ്ടാകണം, ബാങ്ക് ജപ്തികൾ ഒഴിവാക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ ആവശ്യം. ഇതിലേക്ക് ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? മുഖ്യമന്ത്രിയോട് പറയുന്നു ഞാൻ ഒപ്പമുണ്ട് എന്ന് പറയുന്നു. ഞാൻ ഒപ്പമുണ്ടെന്ന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ടെന്ന് പറഞ്ഞ പിണറായി വിജയന് പോലും ഈ പറയുന്ന സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ടെന്ന തോന്നൽ ഈ ജനങ്ങൾക്ക് ഇപ്പോൾ 6 മാസം പിന്നിടുമ്പോൾ ഒപ്പമുണ്ടെന്ന തോന്നലുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളും അതേ പല്ലവി തന്നെ ആവർത്തിക്കുന്നതിൽ എന്താണ് അർത്ഥം? അതാണ് കേരളത്തിൽ ഒരു സർക്കാർ സംവിധാനമുണ്ട്, അതില്ല ഇന്ന് പറയാൻ പറ്റില്ലല്ലോ. കേരളത്തിൽ മുഖ്യമന്ത്രിയുണ്ട്, സർക്കാർ സംവിധാനമുണ്ട്. ഇതിന്റെ കണക്ക് കൊടുക്കേണ്ടതാണ് സംസ്ഥാന ഗവൺമെന്റാണ്. കേന്ദ്രം ഫണ്ട് തയ്യാറാണ്. കൃഷി നഷ്ടപ്പെട്ടത് എത്രയാണ്, വീടുകൾ നഷ്ടപ്പെട്ടത് എത്രയാണ്, മറ്റ് നാശനഷ്ടങ്ങൾ റോഡിൻ്റെ എത്രയാണ്, ഇതെല്ലാം തരാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാണ്. ഇതിൻ്റെ കണക്കുകൾ കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പഞ്ചായത്ത് തൊട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ കണക്ക് കൊടുക്കേണ്ടത്. ഈ കണക്ക് ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്
ഇടുക്കിയിൽ ജില്ലാ ആസ്ഥാനത്ത് 37ഓളം പേരെ KSEB കോളനിയിലോട്ട് താമസിപ്പിക്കാൻ ക്വാർട്ടേഴ്സ് കൊടുത്തിട്ട് 3 മാസം അവർക്ക് കറണ്ട് കണക്ഷൻ കൊടുത്തില്ല. വനിതാ മതിൽ പങ്കെടുക്കാൻ വരുവാണെങ്കിൽ കറണ്ട് കണക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ് തലേദിവസം കൊണ്ട് കറണ്ട് കണക്ഷൻ കൊടുത്തു. ഒരു വികലാംഗനായ ഒരു മനുഷ്യന് കറണ്ട് കൊടുത്തില്ല. അദ്ദേഹത്തിന് വനിതാ മതിലിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, വികലാംഗനല്ലേ. അതുകൊണ്ട് 37 പേർക്ക് വനിതാ മതിലിൻ്റെ 2 ദിവസം മുമ്പാണ് കറണ്ട് കണക്ഷൻ കൊടുത്തത്. അതപ്പോൾ എന്താണ് ഉദ്ദേശിച്ചത്? വനിതാ മതിൽ പങ്കെടുത്തില്ലെങ്കിൽ കറണ്ട് കണക്ഷൻ തരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു വനിതാ മതിലിൽ. അന്നേരം പിറ്റേ ദിവസം കൊണ്ട് കറണ്ട് കണക്ഷൻ കൊടുത്തു. ഇതൊക്കെ യഥാർത്ഥമായിട്ട് സംഭവം നടന്നതാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ലേ? അങ്ങനെ ചിന്തിക്കരുത്. എല്ലാ കാര്യങ്ങളിലും നടക്കുന്നതിന് രാഷ്ട്രീയമില്ലാതെ പ്രളയം സംഭവിച്ചു. ഈ പ്രളയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കാനുള്ള സംവിധാനം ചെയ്യണം. BJPയുടെ പ്രതിനിധി പറഞ്ഞത് എന്തെങ്കിലും തരത്തിലുള്ള മറുപടി പറയാനുണ്ടോ? അവർ പറയുന്നത് നിങ്ങൾ ഒന്ന് കണക്കിൻ്റെ കാര്യത്തിൽ, 2 ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൽ വേണ്ടത്ര ഇതിൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ കൊല്ലത്ത് വന്നപ്പോൾ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് പിന്നെ ഒപ്പമുണ്ടെന്ന് പറഞ്ഞു. അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ഏതൊരു പൗരനും മനസ്സിലാകും പ്രധാനമന്ത്രി എത്രത്തോളം കേരളത്തിൻ്റെ ഒപ്പമുണ്ടെന്ന്. കാരണം ഇവിടുത്തെ വിദേശ മലയാളികൾ ഇവിടെ ഈ ദുരിതം ബാധിച്ച കേരളത്തെ സഹായിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ ആ പ്രധാനമന്ത്രി ഈ 6 മാസം ഇപ്പം തന്നെ ഈ കേരളത്തിൻ്റെ സർവ്വ ഇതും തീരാവുന്ന ഒരു രീതിയിലേക്ക് വിദേശ രാഷ്ട്രങ്ങൾ സഹായമായിട്ട് വന്നപ്പോൾ ആ പ്രധാനമന്ത്രിയാണ് ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ ഈ പ്രധാനമന്ത്രിയാണ് ഒരു കാരണവശാലും വിദേശ സഹായം കേരളം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കേരളം ഇന്ത്യയുടെ ഭാഗമായ കേരളത്തിന് അർഹമായ വിദേശ പൈസ പുനരുത്ഥാനത്തിന് ആവശ്യമായ പൈസയുണ്ട്. അതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. വിദേശ സഹായത്തിന് ആവശ്യമില്ല. പൈസയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തരില്ല. അതാണ് അവിടെയാണ് പ്രധാനമന്ത്രി പറയുന്നത് ഞങ്ങൾ കേരള ജനതയ്ക്കൊപ്പമാണ്. പ്രധാനമന്ത്രി കേരള ജനതയ്ക്കൊപ്പം. പക്ഷെ ഒരു കാര്യത്തിനും കേരള ജനത പ്രധാനമന്ത്രിയുമായിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റുമായിട്ട് വന്നേക്കരുത്. അതാണല്ലോ അവരുടെ നയം. ഇപ്പം ശ്രീ അനിലേ, ഇവർ ഇരു കക്ഷികളും പറയുന്നതിൽ ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറയുന്നു കണക്ക് കൊടുത്തില്ല. ഇവർ പറഞ്ഞു കണക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, തരേണ്ടതാണ്, ഞങ്ങൾക്ക് കിട്ടേണ്ട സഹായം പോലും തന്നിട്ടില്ല. ഏകദേശം ഈ വാർത്താമാധ്യമങ്ങളിലുള്ള വാർത്ത കേൾക്കുന്ന ആളാണ് താങ്കൾ. എന്താ മനസ്സിലാക്കുന്നത്? യഥാർത്ഥത്തിൽ എവിടെയൊക്കെ ചില കുഴപ്പങ്ങളില്ലേ? അത് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഈ വിഷയത്തിൽ ഇടുക്കിയോട് കാണിക്കുന്നത് ഒരേ സമീപനമാണ്. നമുക്കറിയാം, പ്രളയം കഴിഞ്ഞ് 6 മാസം പിന്നിടുക. ഇതുവരെ ഇടുക്കി ജില്ലയിൽ പ്രളയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒന്ന് സന്ദർശിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി ഇടുക്കി ജില്ലയിൽ കടന്നു വരുന്നതിന് ഉള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. ഈ പ്രളയം നമ്മുടെ നാട്ടിൽ വളരെയധികം ബാധിച്ചിരിക്കുന്നു. കാർഷിക മേഖല എന്ന നിലയിൽ കാർഷിക ആത്മഹത്യ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ തങ്കമണിയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. ജപ്തി ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ് പ്രളയത്തിന് ശേഷം മൊറട്ടോറിയം ഏർപ്പെടുത്തും എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം എല്ലാ ബാങ്കുകളും ജപ്തിയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുക. ഈ വാക്കുകളല്ലാതെ പ്രവർത്തനങ്ങളിൽ ഒരു കാര്യങ്ങളും ചെയ്യുന്നതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കഴിയുന്നില്ല. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, മരണപ്പെട്ടവർക്കിടെ ആനുകൂല്യങ്ങൾ പോലും കൊടുത്തു തീർക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. സുരേഷ് ഇവിടെ സൂചിപ്പിച്ചു KSE ബോർഡിൻ്റെ കോളനിയിൽ ആളുകൾ താമസിക്കുന്നുണ്ടെന്ന്. ഇപ്പോഴും പ്രളയത്തിൽ അകപ്പെട്ടവർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. ഇതിന് ശരിയായ ഒരു മാനദണ്ഡം രൂപീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നതിന് പോലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, വീട് അനിലേ ഇപ്പോൾ നമുക്ക് കയ്യിൽ പണമുണ്ടെങ്കിലാണ് നമുക്കത് ചെലവഴിച്ച് അതിൻ്റെ അനന്തര നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി. ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അത്ര സാമ്പത്തിക ഭദ്രത ഇക്കാര്യം നേരിടാം. അതായത് 35,000 കോടിയോളം രൂപ ഇതിന് വേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്നില്ല, തന്ന ഫണ്ട് തന്നെ തിരിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടി ഈ പ്രളയ ദുരന്തം നേരിടുന്നതിന് സംസ്ഥാന സർക്കാരിനെ കുറെ കൂടി സഹായിക്കേണ്ടതിൽ ആണോ? അതോ കേരളം മാത്രം നേരിട്ടാൽ മതിയോ? ഈ കേരളം മാത്രം നേരിടേണ്ട ഒരു പ്രശ്നമല്ല ഇത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള ഒരു മഹാ ദുരന്തമാണ്. അതിനകത്ത് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ പദ്ധതികൾക്കായിട്ടെങ്കിലും പണം വിനിയോഗിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് വിവിധ തലങ്ങളിൽ നിന്നും
പാവപ്പെട്ട ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ നിന്ന് പോലും പണം പിടിച്ചുപറിച്ച് മേടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ ഈ പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിന് സർക്കാർ തയ്യാറാകുന്നില്ല. ആ പണം വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് മറ്റ് വിഷയങ്ങളുടെ പുറകെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് ഇതിൽ നിന്നും മാറ്റി ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് ഈ സർക്കാർ ശ്രമിച്ചു മുന്നോട്ട് പോകുന്നത്. ശ്രീ സിബി, ഇതാണ് ഒരു പൊതുചിത്രം. ഈ കേരള പുനഃസൃഷ്ടിക്ക് നിയമസഭ പ്രത്യേക സമ്മേളനം ചേരുകയുണ്ടായി. നമ്മുടെ ജില്ലയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എത്ര MLA-മാരുണ്ട്? ആ ചർച്ചയിൽ ഇടുക്കിയുടെ കാര്യം എത്രമാത്രം ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു? ഞാൻ ആ ചർച്ച കേട്ടയാളാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എത്രമാത്രം ഇടുക്കിയുടെ പ്രശ്നങ്ങളിൽ, യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉള്ള ചർച്ച നിയമസഭയിൽ ഉയർന്നു വന്നു. 2, ഇടുക്കി പോലുള്ള ഒരു സ്ഥലത്ത് പ്രളയം വന്നു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കില്ലെന്നും 48 മണിക്കൂർ പോയിട്ട് ഒരു മിനിറ്റ് പോലും ഒരു വീട്ടിലും വെള്ളം നിൽക്കില്ല എന്ന് അറിയാത്തവരല്ല ഇടുക്കിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാർ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന ആളുകൾ. പക്ഷേ ഇടുക്കിയിൽ സംബന്ധിച്ച് പ്രളയമാണോ വെള്ളപ്പൊക്കമല്ലല്ലോ ഉണ്ടായത്, ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മൂലമാണ് ആളുകളുടെ വീടുകൾ നഷ്ടപ്പെട്ടത്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു കണക്ക് ശേഖരിച്ച് ഈ അപാകത, ഈ 48 മണിക്കൂർ വെള്ളം കയറി കിടന്നാൽ മാത്രം 10,000 രൂപ അടിയന്തര ധനസഹായം എന്നത് ആലപ്പുഴ ജില്ലയും പത്തനംതിട്ട ജില്ലയും എറണാകുളം ജില്ലയും കൊല്ലം അങ്ങനെ ഉള്ള ജില്ലകളെ ബാധിക്കുന്ന മാത്രം പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ ജില്ലയിലെ സാധാരണ ജനത്തിന് ഈ തുക ലഭ്യമാക്കണമെങ്കിൽ ഈ നിയമത്തിൽ അല്ലെങ്കിൽ ഈ മാനദണ്ഡത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നുള്ള 5 MLA-മാർക്ക് ഇത് നിയമസഭയുടെ മുമ്പിലോ മുഖ്യമന്ത്രിയുടെ മുമ്പിലോ ഇത് ഉണ്ടാക്കിയ, ഈ ചട്ടം ഉണ്ടാക്കിയ ആളുകളുടെ മുമ്പിലോ എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് കാരണം? ഇവിടുത്തെ ആളുകൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം ഇത് തന്നെയല്ലേ? ഈ പ്രളയമുണ്ടായ സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ ആൾക്കാരും ഒരു സേനയെപ്പോലെ പ്രത്യേകിച്ച് ഇടുക്കിയിൽ ഈ പ്രളയ സംഭവം ഉണ്ടായിരിക്കുന്നതിൻ്റെ ഏറ്റവും വിപത്തുകൾ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ചത് നിയമസഭയിലാണ്. ആ സമയത്ത് രാഷ്ട്രീയ വിവേചനം ഇല്ലാതെ തന്നെ സുരേഷും അനിലും വർഗീസും താങ്കളും അടക്കമുള്ള ആളുകൾ രംഗത്തുണ്ടായിരുന്നു. എനിക്ക് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തോളോട് ചേർന്ന് ആ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു. അതിനുശേഷമുള്ള കാര്യമാണ് പറയുന്നത്. പ്രളയ ദുരന്തം നേരിടാൻ അല്ലെങ്കിൽ അവർക്ക് സമാശ്വാസം നൽകുന്ന നടപടികളിൽ ഇടുക്കി ജില്ലയുടെ യഥാർത്ഥ പ്രശ്നം നിയമസഭയിൽ ഉയർന്നു കേട്ടോ. അതിനാണ് മറുപടി പറയുന്നത്. ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയുടെ ഈ നിയമസഭയിൽ ഉയർത്തേണ്ട ആളെ എന്ന് പറയുന്നത് ഇടുക്കിയിൽ ദുരന്തത്തിന്റെ ഏറ്റവും വ്യാപ്തി കൂടിയ വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഇടുക്കി മണ്ഡലം പ്രതികരിക്കുന്ന റോഷി അഗസ്റ്റിനാണ്. അദ്ദേഹത്തിന് എത്രത്തോളം സാധിച്ചു എന്നുള്ളത് ഇവിടുത്തെ ഇടുക്കിയിലെ ഓരോ ആൾക്കാർക്കും അറിയാം. അദ്ദേഹം വർഷങ്ങളായി ഇടുക്കിയിൽ സ്റ്റാൻഡ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷമായി ഇടുക്കിയിൽ സ്റ്റാൻഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, ബസ് സ്റ്റാൻഡ്. ഈ പറയുന്നതിനോട് വിയോജിപ്പുണ്ട്. കാരണം ഇടുക്കിയിലെ പ്രശ്നങ്ങൾ ഉയർത്തി ഗവൺമെന്റിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് റോഷി അഗസ്റ്റിനല്ല, ഭരണകക്ഷിയുടെ. ശ്രീ അനിൽ, ശ്രീ സിബി, അതായത് ഇടുക്കിക്ക് മാത്രം ചുമതലയുള്ള ഒരു മന്ത്രിയുണ്ട്, അതാണ് ശ്രീ M. M. മണി. അദ്ദേഹം ഇരിക്കുന്ന ഒരു മന്ത്രിസഭ, ഒരു ക്യാബിനറ്റ് തീരുമാനമാണ് ഇത്തരത്തിലൊരു നിബന്ധനയോട് കൂടിയുള്ള ഒരു ഓർഡർ പുറത്തിറക്കിയത്. അതായത് ഈ 48 മണിക്കൂർ വെള്ളം കയറി കിടന്ന വീടുകൾക്ക് മാത്രം ഈ അടിയന്തര സഹായം നൽകുക എന്നത്. ഇവിടുത്തെ ഈ MLA-മാർക്ക് അറിഞ്ഞുകൂടെ ഏതൊക്കെ പ്രദേശത്ത് വെള്ളം കയറിക്കിടക്കും എന്നത് പോലും അറിയാത്തവരാണോ ഈ പറയുന്ന ജനപ്രതിനിധികൾ? അതിനാണ് ഉത്തരം നൽകേണ്ടത്. ഇടുക്കിയിൽ സർവ്വതും നശിച്ച വീടുകൾ നശിച്ച ആൾക്കാർക്ക് വീടുകളും അതിനുള്ള സംവിധാനവും ഗവൺമെന്റ് കൊടുക്കും. അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ. മുഖ്യമന്ത്രി എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റ കാര്യം. പത്തനംതിട്ട ജില്ല, അതുപോലെ തന്നെ തൊട്ടടുത്ത എറണാകുളം ജില്ല, കൊല്ലം, അങ്ങനെ തുടങ്ങിയ ഈ തീരമേഖലയിലുള്ള ഓരോ ജില്ലയ്ക്കും വെള്ളം കയറി കടന്നു എന്നതിൻ്റെ പേരിൽ 1.5 ലക്ഷം പേർക്കധികം നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ട്. ഈ 10,000 രൂപ അടിയന്തരം നമുക്ക് കിട്ടിയിരുന്നത് 3,000 3,500 3,800 വരുന്ന ഒരു സംഖ്യ വരുന്ന ആളുകൾക്ക് മാത്രമാണ്. നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന ആളുകളെല്ലാം പ്രളയം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകും എന്ന് കേട്ട്
ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ വന്ന് കിടന്നതാണോ? തീർച്ചയായും ഒട്ടനവധി ആൾക്കാർ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു 100 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 10-30 പേര് യഥാർത്ഥത്തിൽ താമസയോഗ്യമല്ലാത്ത അല്ലെങ്കിൽ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വീടുകളിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ്. ബാക്കി 75% ആൾക്കാർ എന്ന് പറയുന്നത് അവർക്ക് വീടിനോ അല്ലെങ്കിൽ അവരുടെ സ്ഥലങ്ങൾക്കോ പ്രത്യേകിച്ച് നാശനഷ്ടങ്ങളോ ഉണ്ടാകാത്ത ആളുകളുമാണ്. ശ്രീ എൻ ജെ വർഗീസ്, അതാണോ ശരി? തീർച്ചയായിട്ടും ഈ പറയുന്നതിനകത്ത് ഒരു യാഥാർത്ഥ്യമില്ല. ഈ 5 പേർക്കും നമ്മുടെ ഇടുക്കിയിൽ നിന്നുള്ള ഈ 5 MLA മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല. അവരൊക്കെ ജീവിക്കുന്നിടത്ത് വിഷയങ്ങളില്ലായിരിക്കാം. അതുകൊണ്ട് ഈ തീരദേശങ്ങളിലുള്ളവരുടെ ആ അവസ്ഥ പോലെ തന്നെയാണെന്ന് അവർ കരുതിയെങ്കിൽ അത് അവർക്ക് തെറ്റി. തീർച്ചയായിട്ടും അതിനകത്ത് സമ്മതിക്കുന്ന തെറ്റൊന്നുമില്ല. തീർച്ചയായിട്ടും അത് ഈ ഹൈറേഞ്ച് മേഖലയുടെ എല്ലാ ദുരിതങ്ങളും അറിയാവുന്നവർ തന്നെയാണ് ഇവിടെ. മന്ത്രി ഇവിടുത്തെ ചാർജുള്ള മന്ത്രി എന്ന നിലയിൽ അതല്ല ചോദ്യം, അതല്ല സാർ ചോദിച്ചിരിക്കുന്നത്. ഈ 48 മണിക്കൂർ വെള്ളം കയറിക്കിടന്ന മാത്രമേ നഷ്ടപരിഹാരം, ഈ പ്രാഥമിക നഷ്ടപരിഹാരം 10,000 രൂപ കൊടുക്കാൻ കഴിയൂ എന്ന നിബന്ധന ഉണ്ടാക്കിയത് ഈ ഇടുക്കിയിൽ നിന്നുള്ള 5 MLA അറിയാതെയാണോ? അങ്ങനെ ഒരു നിബന്ധന അല്ലല്ലോ. വാസയോഗ്യമല്ലാത്ത താമസിക്കാൻ അവരതിനെ ഗൗരവത്തോടെ കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് സത്യം. ശരിയല്ല, അങ്ങനെയല്ല. അടിസ്ഥാനപരമായിട്ട് ആ ഓർഡറിലുള്ളത് 48 മണിക്കൂറിന് 48 മണിക്കൂർ ജലത്തിൽ മുങ്ങിക്കിടന്ന അല്ലെങ്കിൽ ജലം കയറി കിടന്ന താമസയോഗ്യമല്ലാത്ത വീടുകൾ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ വീടുകൾക്ക് അതല്ല സംഭവിച്ചത്. ഇവിടെ മണ്ണിടിച്ചിൽ മൂലം വീടിന്റെ പ്രധാന ഭാഗങ്ങൾ പോയി, മണ്ണിടിച്ചിൽ മൂലം വീട്ടിൽ താമസയോഗ്യമല്ല, വീട് തകർന്നു പോയി. ഇങ്ങനെയുള്ള ആളുകൾക്ക് എത്ര പേർക്ക് നിങ്ങൾ സഹായം കൊടുക്കാൻ കഴിയും? എത്ര പേർക്കാണ് ഇവിടെ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ താമസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വീടുകളിൽ തിരിച്ചു ചെന്ന വാസയോഗ്യമല്ലാത്ത മുഴുവൻ ആൾക്കാർക്കും ഇവിടെ പോയവർക്ക് മുഴുവൻ ആൾക്കാർക്കും അതിന്റെ കണക്കാണോ 3700? അതിന്റെ കണക്കാണോ 3700? നിങ്ങൾ പറയുന്നത് ഇടുക്കി ജില്ലയിൽ ഈ വീടുകളെല്ലാം 3700 ആണോ? അതാണ് പറയേണ്ടത്. 3700 ആരാ പറഞ്ഞു? അല്ല, 3700 കണക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ കണക്ക് ജില്ലാ ഭരണകൂടം തയ്യാറാക്കി കൊടുത്തിരിക്കുന്ന കണക്കാണ്. നിങ്ങൾ നഷ്ടപരിഹാരം കൊടുത്ത കണക്കാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അതിൽ കൂടുതലുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. ഞാൻ ചോദിക്കട്ടെ, ഈ സംഖ്യയിൽ ഇതിൽ കൂടുതൽ താങ്കളുടെ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് കണക്കുകൾ നിരത്താം. അതല്ല ഞങ്ങൾ കൊടുത്തത്. ഞങ്ങൾ 10,000 പേർക്ക് 2 ലക്ഷം പേർക്ക് കൊടുത്തിട്ട് പറഞ്ഞു. അതിന് കണക്കുകൾ വസ്തുതാപരമായിരിക്കണം. വീടുകൾ നഷ്ടപ്പെട്ട ഇങ്ങനെയുള്ള കിട്ടാത്ത അതിൽ പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് കിട്ടിയിരിക്കും. അതിനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് അതിനുള്ള സർവേയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ശ്രീ അനിൽ അനിക്കാട്, ഈ 2 MLA നിങ്ങളുടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കാമായിരുന്നു. നിങ്ങളും മിണ്ടാതിരുന്നു. നിങ്ങൾ ഈ പ്രശ്നത്തിൽ UDF MLA-മാരും 3 MLA-മാർ ഭരണകക്ഷിയിൽ അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ജനത്തിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പറയേണ്ടതല്ലായിരുന്നോ? റോഷി അഗസ്റ്റിനും PJ ജോസഫിനും പറയേണ്ടതല്ലായിരുന്നോ ഇത് പോരാം, ഇതല്ല ഇടുക്കിയിലെ സ്ഥിതി, ഇവിടെ വെള്ളം കയറി കടന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയേണ്ടതല്ലായിരുന്നു? നിങ്ങളുടെ MLA-മാർക്ക് എന്തായിരുന്നു ജോലി? അവർക്ക് നഷ്ടമൊന്നും സംഭവിച്ചില്ല. ആ പറയുന്നത് ശരിയല്ല. കാരണം ഒരു മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം നയങ്ങൾ രൂപീകരിക്കുന്നത് മന്ത്രിസഭയാണ്. അല്ല, നോ മന്ത്രിസഭയിൽ നിങ്ങൾ നയങ്ങൾ സ്വീകരിച്ചിട്ടേ നിങ്ങൾക്ക് അതിന്റെ കയ്യില്ല. ഒരു ഉത്തരവ് ഇറങ്ങിയിട്ട് ഇന്ന് വരെ നിങ്ങളുടെ ഈ പറയുന്ന 2 MLA-മാരുടെയും ഒരു പ്രതിഷേധമോ അതിന് ഒബ്ജക്ഷനോ നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. 6 മാസം പിന്നിടുന്നു. നിങ്ങൾ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് സമരവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഓർഡർ ഇറങ്ങിയപ്പോൾ ഇതിനകത്ത് അപാകതയുണ്ടെന്ന് നിങ്ങളുടെ 2 MLA-മാർ ചൂണ്ടിക്കാണിച്ചില്ല? ഭരണപക്ഷത്തുള്ളവർ വേണ്ട പോയി. ഞങ്ങളുടെ MLA മാത്രമല്ല, പ്രതിപക്ഷം എന്ന നിലയ്ക്ക് പ്രതിപക്ഷ നേതാവ് തന്നെ നിയമസഭയിൽ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ MLA-മാരും ഈ വിഷയം നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നയങ്ങൾ രൂപീകരിക്കുന്ന സഭയിലുണ്ടായിരുന്ന മന്ത്രി MM മണി അദ്ദേഹം പോലും ഈ വിഷയത്തിൽ ഈ ഓർഡർ ഈ ജില്ലയ്ക്ക് ദോഷം ചെയ്യുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ വീടുകൾ നഷ്ടപ്പെട്ടവരുടെ വീടുകളെ സർവേ ചെയ്യുന്നതിന് എഞ്ചിനീയറിംഗ് കോളേജിലടക്കമുള്ള വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് ജിയോ ടാഗ് എന്ന ഒരു ശാസ്ത്രീയ സർവേയുടെ ഫലമായിട്ടാണ് സർവേ നടത്തിയിട്ടുള്ളത്. ആ സർവേയുടെ ഫലമായിട്ട് വീടുകൾ നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റ് വരുമ്പോൾ അത് അപൂർണമായിട്ടാണ് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, സ്ഥലം കണ്ടെത്തുന്നവർക്ക് 4 ലക്ഷം രൂപയും സ്ഥലമില്ലാത്തവർക്ക് 4 ലക്ഷവും അങ്ങനെ 8 ലക്ഷം രൂപ കൊടുക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ
ഇവിടെ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പട്ടയമില്ലാത്ത സ്ഥലങ്ങളാണ്. ചോദ്യത്തിന് താങ്കൾ മറുപടി പറയുന്നില്ല. ഞാൻ ചോദിച്ച ചോദ്യം നിയമസഭയിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ഒരു ശക്തമായ നിലപാട്. ഇത് 6 മാസം മുമ്പ് ഇറങ്ങിയ ഒരു സർക്കാർ ഉത്തരവാണ്, ഒരു ക്യാബിനറ്റ് തീരുമാനമാണ്. ഈ രീതിയിൽ ഉള്ള ഒരു ക്യാബിനറ്റ് തീരുമാനമെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്യാബിനറ്റ് തീരുമാനം വരുമ്പോൾ അതെല്ലാ MLA-മാർക്കും കിട്ടും. പ്രതിപക്ഷത്തിനും കൊടുക്കാതെ മാറ്റിവെക്കുന്ന ഒരു സംവിധാനമൊന്നും കേരള നിയമസഭയിലില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടുന്നതാണ്. അപ്പോൾ ഈ 48 മണിക്കൂർ വെള്ളത്തിനടിയിൽ കിടന്ന അല്ലെങ്കിൽ വെള്ളം കയറി കിടന്ന വീടുകൾക്ക് നഷ്ടം നൽകൂ എന്ന് പറയുന്ന ഒരു ഉത്തരവ് അത് നടപ്പാക്കുമ്പോൾ ഞങ്ങൾ നിശബ്ദരായി ഇരുന്നു എന്നത് പറയുന്നതിൽ എന്ത് ന്യായമാണ് ഉള്ളത്? ഞാൻ ചോദിക്കട്ടെ, അതിൽ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ശ്രീ അനിൽ. ഇതുമായി ബന്ധപ്പെട്ട് 6 മാസം ഞങ്ങൾ സമ്മതിക്കത്തില്ല. കാരണം ഞാൻ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചു, ഇവിടെ പ്രതിപക്ഷ നേതാവ് അടക്കം നിയമസഭയിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. റോഷി അഗസ്റ്റിൻ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. PJ ജോസഫ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധീകരിക്കുന്ന MLA-യോ ഇല്ലെങ്കിൽ ഇടുക്കിയിൽ നിന്നുള്ള MM മണി ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള MM മണിയോ പോലുള്ള മന്ത്രി പോലും ഈ വിഷയം ഉന്നയിച്ചില്ല. ഇടുക്കിയിലെ സംബന്ധിച്ചിടത്തോളം ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായുള്ള നഷ്ടങ്ങളാണ് വീടുകൾക്കുണ്ടായിട്ടുള്ളത്. വെള്ളം കെട്ടിക്കിടക്കാൻ യാതൊരു സാധ്യതകളുമില്ല. അപ്പോൾ മരം വീണതും വീടിടിഞ്ഞു വീണതും വീടിന്റെ മിറ്റ പിടിഞ്ഞു പോയിട്ടുള്ള അപകടങ്ങളാണ് ഇടുക്കിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വ്യക്തമായിട്ടറിയാവുന്ന വൈദ്യുതി വകുപ്പ് മന്ത്രിയായ MM മണി ആശാൻ ഇവിടെ തന്നെയുള്ള ആളാണ്. അദ്ദേഹം പോലും അവിടെ ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായ എത്ര വീടുകൾക്കാണ്, അങ്ങനെ അല്ലെങ്കിൽ നാശം ഉണ്ടായ എത്ര വീടുകൾക്കാണ് കിട്ടാത്തത്? അങ്ങനെ ഉണ്ടായ നാശം 3700 പേർക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. 33,800 സംതിങ് പേർക്ക് സിബി ഈ പറയുന്ന ഈ 33,000-ന്റെ കണക്ക് അവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ നിങ്ങൾ പറയാം, എത്ര ആളുകളുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര ആളുകൾക്ക് ഭവനരഹിതരായിട്ടുണ്ട്, എത്ര ഏക്കർ ഭൂമി ഇടുക്കി ജില്ലയിൽ പോയിട്ടുണ്ട്, അത് സംബന്ധിച്ച് ഒരു കണക്ക് നിങ്ങളുടെ ജില്ലാ ഭരണകൂടത്തിന് പോലും ഇന്ന് വരെ തയ്യാറാക്കി. ഞാനൊരു മാധ്യമ പ്രവർത്തന ഇന്ന് വരെ എനിക്ക് പോലും ലഭിച്ചിട്ടില്ല. എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത്? ഉദ്യോഗസ്ഥരാണോ, ജനപ്രതിനിധികളാണോ, മന്ത്രിക്കാണോ പിഴച്ചത്? അത് പറ. മന്ത്രിക്കൊക്കെ എങ്ങനെയാണ് പിഴയ്ക്കുന്നത്? പിന്നെ ആർക്കാണ് പിഴച്ചത്? ഇത് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റിൽ ചെയ്യാവുന്ന ഒരു സംഭവം അല്ല. ഇടുക്കിയിലും കേരളത്തിൽ നടന്നത് ഒന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ചോദിക്കട്ടെ, നിങ്ങളിൽ ആരെങ്കിലും ജനപ്രതിനിധികളായിട്ട് ഉള്ളവരുണ്ടോ? നിങ്ങളുടെ ഇല്ലല്ല. അപ്പം ഞാൻ ചോദിക്കാം, ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ വാർഡ് എത്രമാത്രം കാണും? ഒരു വാർഡ്, ഒരു ഗ്രാമസഭയുടെ വാർഡ്, നമ്മുടെ ഇവിടെ എല്ലാം ഗ്രാമസഭ, ആ വാർഡിൽ എത്രമാത്രം വിസ്തൃതിയുള്ളതായിരിക്കും ഒരു വാർഡ്? ഒരു വാർഡിലെ എത്ര വീട് നഷ്ടപ്പെട്ടു പോയി, എത്ര ആൾ മരിച്ചു, എത്രമാത്രം കൃഷിഭൂമി നശിച്ചു എന്നതിന് കണക്കെടുക്കാൻ എത്ര നിമിഷം? അപ്പോൾ അതാത് പഞ്ചായത്തിൽ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഈ കണക്കുകളുടെ വിലപേശൽ? അത് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് നിജസ്ഥിതി അറിയാം. നിങ്ങൾ ഈ കണക്കുകൾ ഒളിച്ചു വെച്ചതിന് ശേഷം ഇതൊന്നും വെളിച്ചത്ത് കാണാതെ സഹായം നിഷേധിച്ച് ഇവിടുത്തെ ജനത്തെ കഷ്ടപ്പെടുകയാണ്. ഞങ്ങൾ എന്തിനാണ് പാവപ്പെട്ട ജനങ്ങളെ സഹായം നിഷേധിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയും, ഇടുക്കിയുടെ വികസനത്തിൽ അവിടുന്ന് ഇടുക്കിയിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ MLA ആയി വരികയും അല്ലെങ്കിൽ പൊതുവായി ഇടുക്കിയെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് പ്രോപ്പർ ഇടുക്കിയെ സംബന്ധിച്ച ഇടുക്കിക്കാരനൊരുത്തിന് വരണം. വരുന്നത് പുറത്തുനിന്നുള്ള ഇടുക്കി നിയോജക മണ്ഡലത്തെ കുറിച്ചല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെ മന്ത്രി ഇപ്പൊ ജില്ലയിൽ MLA ഉണ്ടായിട്ട് നടത്താൻ പറ്റും എന്ന് പറയുന്ന ഒരു കാര്യമില്ല. താങ്കൾ തന്നെ സമ്മതിച്ചല്ലോ, ഇടുക്കി ജില്ലയുടെ പോലും ഒരു വ്യക്തമായിട്ടുള്ള കണക്ക് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് പോലും കിട്ടിയിട്ടില്ല എന്ന്. ഇപ്പൊ പിന്നെ കേന്ദ്രത്തിൽ എങ്ങനെ ചെല്ലും? ഇതാണ് സമ്മതിച്ചല്ലോ. അപ്പോൾ ശ്രീ വ്യാപാരി വ്യവസായ പ്രതിനിധി, ഇപ്പോൾ ഇത്രയും ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഈ പ്രളയം വരുത്തിവെച്ച കെടുതികൾ എത്ര കാലത്തിനുള്ളിൽ ഈ സർക്കാർ പുനരുദ്ധരിക്കും, അല്ലെങ്കിൽ ഒരു പുനർനിർമ്മാണം ഈ ചർച്ച ചെയ്യുന്ന വേളയിൽ നിങ്ങളുടെ ആശങ്ക എന്താണ്? ഞങ്ങളുടെ ആശങ്ക എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ചർച്ചയുടെ തൊട്ട് മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യം, ഈ 5 പേരിൽ ആർക്കാണ് പിഴച്ചതെന്നൊരു ചോദ്യം ചോദിച്ചു. തീർച്ചയായിട്ടും അവർക്ക് ആ 5 പേർക്കും പിഴച്ചിട്ടില്ല. പിഴച്ചത് ഞങ്ങൾ ജനങ്ങൾക്ക്, അവിടെയുള്ള സാധാരണ ജനങ്ങൾക്കും അതുപോലെ വ്യാപാര സമൂഹത്തിനും കർഷകർക്കും ഒക്കെ പിഴച്ചിട്ടുള്ളൂ. കാരണം ഇവരിൽ നിന്നൊക്കെ ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിപ്പം തീരദേശം പോലെ തന്നെ ഈ ഹൈറേഞ്ചിനെ കാണുന്ന ഇവരുടെ ആ കണ്ണുകളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും?
ഞങ്ങളുടെ ഒപ്പമാണ് അല്ലെ തോളെ കൈയിട്ടുകൊണ്ടൊന്നും ഒരിക്കലും ഞങ്ങൾക്കത് ബോധ്യമാകണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രത്യേകിച്ച് ചെറുതോണി ആസ്ഥാന നഗരി അവിടെ എല്ലാം യാതൊരു വിധമുള്ള വേറെ എവിടെ ചെന്നാലും നമുക്ക് ഇങ്ങനെയുള്ളൊരു അവസ്ഥ, ഒരു മൂത്രം ഒഴിക്കാൻ ഒരു സംഭവം പോലും അവിടെ ഇല്ല. ഒരു ബസ് സ്റ്റാൻഡ് വണ്ടി കൊണ്ടുവന്ന പാർക്ക് ചെയ്യാൻ ഇങ്ങനെ യാതൊരു സാധ്യതകളുമില്ല. പക്ഷേ എങ്കിലും ഞങ്ങൾ പ്രതീക്ഷയുള്ളവരാണ്. കാരണം ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ പാലവും അതുപോലെ തന്നെ ആ റോഡിൻ്റെ ഇതെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ നന്നായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇടുക്കിക്ക് വേണ്ടത് പ്രഖ്യാപനങ്ങളും വാഗ്ദോരണങ്ങളുമല്ല. യഥാർത്ഥത്തിൽ വേണ്ടത് പുനഃസൃഷ്ടിക്ക് വേണ്ടത് കൈത്താങ്ങാണ്. പടുത്തുയർത്തിയാൽ മതിയോ സുരക്ഷ വേണ്ടേ? ചർച്ചയുടെ രണ്ടാം ഭാഗം. ശ്രീ NJ വർഗീസ്, ഇടുക്കിയിൽ ഈ പ്രളയകാലത്ത് ഉണ്ടായ ദുരന്തം യഥാർത്ഥത്തിൽ ഈ മഴ മൂലം മാത്രമല്ല, ശരിക്ക് അണക്കെട്ട് തുറന്നു വിട്ടപ്പോൾ ഉണ്ടായ ദുരന്തം കൂടിയാണ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഒലിച്ചുപോയി. നമ്മളത് പറയുമ്പോൾ നിങ്ങൾ ഈ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നഷ്ടപരിഹാരമെല്ലാം ആവശ്യപ്പെടുമ്പോൾ ഇടുക്കി ചെറുതോണി ഉൾപ്പെടുന്ന പ്രദേശം, ആ പ്രദേശം നിങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ പടുത്തൂരി ഉയർത്തിയിരിക്കുന്ന പ്രദേശം ഈ അണക്കെട്ടിൻ്റെ സംരക്ഷിത മേഖലയിൽപ്പെട്ടതാണെന്നുള്ള ഒരു വലിയ ആക്ഷേപം തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തൂമ്പയെടുക്കുമ്പോൾ 4 ഉദ്യോഗസ്ഥർ അവിടെ നിങ്ങളുടെ കൈക്ക് പിടിക്കാൻ വരുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ അനധികൃതമായി കുറേ കെട്ടിടങ്ങൾ എങ്കിലും അവിടെ നിർമ്മിച്ചിട്ടില്ലേ? അതിനെന്തെങ്കിലും വിശദീകരണമുണ്ടോ? തീർച്ചയായിട്ടും അവിടെ നിലവിൽ ഇപ്പം ഈ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്തൊരു ഔചിത്യക്കുറവുണ്ട്. കാരണം ഈ ഡാം തുറന്നു വിടാനായിട്ട് 395 അടി എത്തിയപ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ വ്യാപാരി സമൂഹം കളക്ടർക്ക് നിവേദനം കൊടുക്കുകയും മണിയാസാനടക്കം ഞങ്ങളുടെ മന്ത്രി മണിയാസാനടക്കം ഈ ഡാം തുറന്നു വിടുവാനായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തതാണ്. പക്ഷേ KCBയുടെ എഞ്ചിനീയേഴ്സ് ആ ഓരോ ലിറ്ററിനും വിലയിടുകയാണ് ചെയ്തത്. ഞങ്ങളുടെ നാശങ്ങൾക്കല്ലായിരുന്നു. അവർ ഓരോ ലിറ്റർ വെള്ളം ഒഴുകിപ്പോകുന്ന വെള്ളത്തിൻ്റെ അളവിനെക്കുറിച്ചായിരുന്നു അവരുടെ വേവലാതി. തീർച്ചയായിട്ടും ആ കാര്യം നമ്മൾ കാണാതെ പറ്റത്തില്ല. പക്ഷേ ഒന്നുകൂടി പറയാം, തീർച്ചയായിട്ടും ഞങ്ങളുടെ അനധികൃത നിർമ്മാണം എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഈ പറഞ്ഞ ആദ്യം ഒഴുകിപ്പോയത് IDAയുടെ ഇടുക്കി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ കെട്ടിടങ്ങളായിരുന്നു. അതിന് അവിടെ അവർ വാടകയ്ക്ക് നൽകിയിരിക്കുന്ന കെട്ടിടങ്ങളും അതിനോട് ചേർന്ന് ഉള്ളിലേക്കുള്ള പ്രദേശങ്ങൾ അതൊരിക്കലും ഒരു കെട്ടിടങ്ങൾ പോലും അവിടെ അനധികൃതമായിട്ട് ആരും കയ്യേറിയിട്ടില്ല. അത് അവിടെ വന്ന് കാണുന്ന അല്ലെങ്കിൽ ശ്രീ NJ വർഗീസ്, താങ്കൾ പറയുന്നതിൽ അത്രമാത്രം ശരിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഇടുക്കി അണക്കെട്ട് തുറന്നു വിടുമ്പോൾ ഉണ്ടാകുന്ന മാക്സിമം വാട്ടർ ലെവല് നിങ്ങളുടെ പ്രദേശത്തെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടുക്കി ഈ അണക്കെട്ടിൽ നിന്നും ഒഴുകി പോകുന്ന വെള്ളം എത്രമാത്രമുണ്ടെന്നും അത് ഡാമിൻ്റെ നിർമ്മാണ വേളയിൽ തന്നെ അല്ലെങ്കിൽ ഡാം കമ്മീഷൻ ചെയ്യുമ്പോൾ തന്നെ എത്രമാത്രം ആ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തി കഴിയുമ്പോൾ എത്രമാത്രം വെള്ളം ഒഴുകും എന്നത് സംബന്ധിച്ചും KC ബോർഡിന് വ്യക്തമായ കണക്കുകളുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തയ്യാറാക്കിയ അതിനു വേണ്ടിയിട്ടാണ് ആ പ്രദേശങ്ങൾ സംരക്ഷിത മേഖലയായിട്ട് അപകടം ഒഴിവാക്കാൻ വേണ്ടി ഒഴിച്ചിട്ടിരുന്നത്. എന്നാൽ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ആളുകൾ കൈവശം വയ്ക്കുകയും കൃഷി ഇറക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ പടുത്തുയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ ഇരിക്കുന്ന ആരും നിഷേധിക്കുമെന്ന് എനിക്ക് കരുതുന്നില്ല. പക്ഷേ നിങ്ങൾ വീണ്ടും ഈ അപകടം ഉണ്ടാകും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും അവിടെ കെട്ടിടങ്ങൾ പടുത്തുയർത്തുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഞാൻ അവിടുത്തെ ഒരു എനിക്ക് സ്വന്തമായി കെട്ടിടമുള്ള ആളുമാണ്. പട്ടയഭൂമിയിൽ ഇവർ ഈ ബോർഡ് കാണിച്ചിരിക്കുന്ന വാട്ടർമാർക്ക് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ. അങ്ങനെയെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ ഓർക്കണം, അവിടെ നിന്ന് വെള്ളക്കയം വരെയുള്ള വെറും 1.5 കിലോമീറ്റർ ദൂരത്തേ ഉള്ളൂ ഇവർക്ക് ഈ കാര്യത്തിലുള്ള. അതിനുശേഷം ഈ വെള്ളം ഒഴുകുന്നത് എങ്ങോട്ടാണെന്നോ ആലുവ മുതൽ അറബിക്കടൽ വരെ എത്തുന്ന ആ ഏരിയകളിലൊന്നും ആർക്കും ഒരു വാട്ടർമാർക്കും ഇല്ല. നിങ്ങളൊന്നും ഓർക്കണം, 64-ലെ പട്ടയഭൂമിയാണ് എൻ്റേതൊക്കെ. എൻ്റെ അപ്പന് കിട്ടിയ ആ പട്ടയഭൂമി അത് ചെറുതോണി ടൗണിൻ്റെ ഹൃദയഭാഗത്താണ്. അതിനുശേഷം താഴോട്ട് വരുന്ന ഒരു 100 മീറ്ററോളം ദൂരത്തോട്ട് എങ്കിലും പട്ടയ സ്ഥലത്ത് തന്നെയാണ് ബിൽഡിങ്ങുകൾ ഇരിക്കുന്നത്. ആ കെട്ടിടങ്ങൾ പണിയാനായിട്ട് അന്നത്തെ പഞ്ചായത്തും അതുപോലെ തന്നെ IDAയൊക്കെ ഞങ്ങൾക്ക് അനുവാദങ്ങൾ തന്ന കത്തുകൾ ഞങ്ങളുടെ ഒപ്പമുണ്ട്. തീർച്ചയായിട്ടും വളരെ അല്ലെങ്കിൽ വല്ല പെട്ടിക്കടകൾ അതൊക്കെ ഇല്ലാതെ മറ്റൊരു അനധികൃത നിർമ്മാണം എന്ന് പറയുന്നത് അത് അങ്ങനെ ചെയ്തെങ്കിൽ അത് IDA ചെയ്തിട്ടുള്ളൂ. അത് കൃത്യമായിട്ടും IDAയുടെ ഇപ്പോൾ ഇരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് അടക്കമുള്ള സംഭവങ്ങൾ ഇരിക്കുന്നതാണ് ഈ പറഞ്ഞ തീരവുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്ന സംഭവങ്ങൾ. ശ്രീ CB മൈക്കിൾ, അതാണോ യാഥാർത്ഥ്യം? അവിടെ അനധികൃത നിർമ്മാണങ്ങൾ പുഴയോരത്തുണ്ടോ? അവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കാലാകാലങ്ങളായി മാറി മറിഞ്ഞും വന്നിരിക്കുന്ന ഗവൺമെൻറ്റുകൾ ഇരിക്കുന്ന കാലത്തൊക്കെ കുറച്ച് നിർമ്മാണ പ്രവർത്തനം പട്ടയം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്.
അതിനകത്ത് തർക്കമുള്ള കാര്യമല്ല, പട്ടയമില്ലാത്ത സ്ഥലത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഇടുക്കിയെ സംബന്ധിച്ച് അവിടുത്തെ ഒരു പ്രത്യേകിച്ചും ചെറുതോണിയെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് നിർമ്മാണത്തിന് അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് അവിടെ ഇല്ല. അതിനൊന്നെങ്കിൽ ജില്ലാ പഞ്ചായത്തോ ഇല്ലെങ്കിൽ അതുപോലെയുള്ള ഗവൺമെൻറ് തലങ്ങളിലുള്ള സ്ഥലങ്ങൾ ആൾക്കാർക്ക് വിട്ടുകൊടുത്തുകൊണ്ടോ ലീസിന് കൊടുത്തുകൊണ്ടോ അങ്ങനെ ഒരു സൗകര്യം ഒരുക്കാനോ ഇല്ലെങ്കിൽ ടൗണിൻ്റെ മുഖച്ഛായ അവിടെ തന്നെ മാറ്റാനേ നടപടിയുള്ളൂ. അല്ലാതെ കച്ചവടക്കാരെ സംബന്ധിച്ച് അവർക്കുള്ള സ്ഥലത്തെ നിർമ്മിക്കാൻ പറ്റുള്ളൂ. അപ്പം സ്വാഭാവികമായും അവിടെ അവർ നിർമ്മിച്ചു വന്നിരിക്കുന്നത് എല്ലാം ഒന്നും പട്ടയമുള്ള സ്ഥലത്തല്ല. അപ്പോൾ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർന്നോട്ടെ എന്നാണ് പറയുന്നത്. ഇടുക്കി അണക്കെട്ട് വേണമെന്ന് കേരളത്തിലെ ജലവൈദ്യുതി പദ്ധതിയുടെ 70% സംഭാവന ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി വേണ്ടെന്ന് വെച്ചുകൊണ്ട് നാമമാത്രമായ കുറേ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഇടുക്കി അണക്കെട്ടിൻ്റെ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്ന ആ നിയമങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടണമെന്നാണ് പറയുന്നത്. അവിടെ സ്ഥായിയായ ഒരു നിർമ്മാണം വേണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. അവിടെ ഇപ്പം അത്യാവശ്യം അവിടുത്തെ ഒരു സ്റ്റാൻഡ് വഴി പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ മണ്ണിട്ട്, അതായത് സ്ഥിരമല്ലാത്തൊരു സംവിധാനത്തിലേക്ക് കുറേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, സൗകര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അനിൽ, ശരിക്ക് അങ്ങനെ ഒരു സംവിധാനം ശരിയാണോ? നമ്മുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമത്തെ അങ്ങ് മറികെടുക്കാം, അല്ലെങ്കിൽ അതിന് നിയമം പാലിക്കപ്പെടേണ്ട, അവിടെ കുറേ നിർമ്മാണം ആയിക്കൊള്ളട്ടെ, അത് വെള്ളം വരുമ്പോൾ ഒഴുകിപ്പോയാലും പിന്നീടും പുനർനിർമ്മിക്കാം, അതിനും സർക്കാരിനോട് സഹായം ആവശ്യപ്പെടാം. ഇതൊരു ശരിയായ നടപടിയാണോ? നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല. എങ്കിൽ തന്നെയും ഈ ഡാം തുറന്നു വിട്ടാൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളെന്ന് പറയുന്നത് ഇടുക്കി ഡാമിൻ്റെ 5 ഷട്ടറുകളും ഒരുമിച്ച് തുറന്നു കഴിഞ്ഞാൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ് ചെറുതോണി ടൗണിൽ വാട്ടർമാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പ്രളയത്തെ സംബന്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പ്രളയമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം 2397 അടി വെള്ളം ആകുമ്പോൾ തന്നെ ആദ്യം ട്രയൽ റൺ നടത്തണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി അടക്കം പ്രസ്താവിച്ചതാണ്. എന്നാൽ വ്യാപാരികളും അവിടുത്തെ പൊതുസമൂഹവും ആവശ്യപ്പെട്ടിട്ടുള്ളതുമാണ്. 2397 അടി വെള്ളമാകുമ്പോൾ ട്രയൽ റൺ നടത്തണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി പറഞ്ഞപ്പോൾ ജലവിഭവ വകുപ്പ് മന്ത്രി അതിനെ എതിർത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കാണുവാൻ കഴിഞ്ഞത്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾക്കൊടുവിൽ 5 ഷട്ടറും ഒരുമിച്ച് തുറക്കേണ്ടി വന്നതിൻ്റെ ഫലമായിട്ടാണ് ചെറുതോണി അടക്കമുള്ള പട്ടണങ്ങൾ ഒളിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. മുൻകാലങ്ങളിൽ അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ കെട്ടിടങ്ങൾക്കെല്ലാം വൈദ്യുതി ബോർഡ് തന്നെ അവിടെ കറണ്ട് കണക്ഷൻ അടക്കം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങളല്ല അവിടുത്തെ നിയമത്തെ മറികടന്നിട്ടുള്ളത്, വൈദ്യുതി വകുപ്പ് അടക്കമാണ്. അപ്പോൾ അതിനകത്ത് വൈദ്യുതി ബോർഡ് അടക്കം ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതും വൈദ്യുതി ബോർഡാണ് എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. സുരേഷ്, ആ പ്രദേശത്ത് വലിയ തോതിലുള്ള അനധികൃത നിർമ്മാണങ്ങൾ ഉണ്ട് എന്നത് വസ്തുതാപരമായ ശരിയാണ്. കാരണം ഒരു അണക്കെട്ടിന് വേണ്ടിയിട്ട് നമ്മൾ സംരക്ഷിത മേഖല ഒഴിവാക്കിയിടുന്നു, ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അത് വിനിയോഗിക്കപ്പെടേണ്ടത്. പക്ഷേ ഈ ഇടുക്കി ആസ്ഥാനത്ത് സ്ഥലമില്ല, പുനരധിവാസത്തിന് സ്ഥലമില്ല, കച്ചവട സ്ഥാപനങ്ങൾക്ക് സ്ഥലമില്ല, അവിടെ വരുന്ന ആളുകൾക്ക് വ്യാപാരങ്ങൾ നടത്തണം എന്നതുകൊണ്ട് ഒരു പ്രദേശത്ത് സർക്കാർ അധീനതയിലുള്ള ഭൂമിയിൽ കൈയേറി കച്ചവടം നടത്തുക അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുക എന്ന് പറയുന്നതിനോട് BJPക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ? BJPക്ക് ഒരു കാരണവശാലും അങ്ങനെ യോജിക്കാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡാം പണിയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വാട്ടർ തുറന്നു വിട്ടാൽ ഉണ്ടാകുന്ന വാട്ടർ ലെവൽ നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇത്ര കിലോമീറ്റർ അകലെ അത് നിർമ്മാണ നിരോധിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിർമ്മാണ നിരോധിത മേഖല എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു നിർമ്മാണവും പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. താൽക്കാലിക ഹഡ്ഡുകൾ നിർമ്മിക്കാമെന്ന് ആ ഓർഡറിനകത്ത് തന്നെ പറയുന്നുണ്ട്. ബഹുനില കെട്ടിടങ്ങൾ പാടില്ല, ഇതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പോലും നിർമ്മാണം നടത്തിയ വേളയിൽ സർക്കാരോ പഞ്ചായത്തോ ഇതിന് തടയിട്ടിട്ടില്ല. അതിൻ്റെ ടാക്സും വാങ്ങിച്ച് അതിന് പെർമിഷനും കൊടുത്ത് അതിൻ്റെ പൈസ സർക്കാരിൽ അടച്ച് നാളിതുവരെ ഏകദേശം 10, 30, 35 വർഷമായ ബിൽഡിങ്ങുകൾ, 40 വർഷമായ ബിൽഡിങ്ങുകളുണ്ട്. ഇത്രയും കാലം പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെയുള്ളവർ കരം വരെ സ്വീകരിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടെങ്കിൽ, അവരുടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണം. പാടില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒഴിവാക്കണം. അതാണ് ചെയ്യേണ്ടത്. അവരുടെ ജീവിതകാലം മൊത്തം അവിടെയാണ്. അവിടെ 3 നില കെട്ടിടങ്ങൾ പോയി, അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായി. അവർ എത്ര രൂപ പഞ്ചായത്തിലൂടെ കരമടച്ചുകൊണ്ടിരുന്നവരാണ്. അവർക്ക് ഇത് നഷ്ടപ്പെട്ടു പോയപ്പോൾ അതുപോലെ വിവിധങ്ങളായ കടകൾ ഒത്തിരികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ എല്ലാം കരം സ്വീകരിക്കുന്നത് പഞ്ചായത്ത്, സർക്കാരിലോട്ടല്ലേ ഈ പൈസ ചെല്ലുന്നത്. അന്നൊന്നും ഇത് അനധികൃതമാണെന്ന് കണ്ടെത്തിയിട്ടില്ലല്ലോ. ഇത് അതിന് മുമ്പ് ഇതുള്ളതാണല്ലോ. ഡാം നിർമ്മിക്കുന്ന സമയത്ത് തൊട്ട് ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്.
നിന്നാണ്. അവിടെ നിർമ്മിക്കുമ്പോൾ ആദ്യഘട്ടം തന്നെ ഇതിന് തടയിടേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. അത് ഇട്ടിട്ടില്ല. ഇനി അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഗവൺമെൻറ് ജിയോ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാം പൊട്ടിച്ച് കളയണം. ആ ഗവൺമെൻറ് ഓർഡർ മാറ്റണമെങ്കിൽ അത് സാധ്യമല്ല. അപ്പോൾ അതിന് വേണ്ട നടപടികൾ എന്താണെന്ന് വെച്ചിരിക്കണം. അടുത്ത വർഷം പ്രളയം വരത്തില്ല, മഴ വരത്തില്ല, ഡാം തുറന്നുവിടാൻ പാടില്ലെന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വേണ്ട താൽക്കാലിക സംവിധാനത്തിന് വേണ്ട സംവിധാനങ്ങൾ അവിടെ ചെയ്തു കൊടുക്കണം. ചെറുതോണി പോലുള്ള ഒരു പട്ടണം അത് അടുത്ത ടൗണിലോട്ട് ബിൽഡിംഗ് പണിത് കൊടുക്കണം. കാരണം കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പറ്റത്തില്ല, നിർമ്മാണ നിരോധന മേഖലയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയ ജില്ലാ പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന 11 പേരോളം അവരുടെ കെട്ടിടത്തിൽ വാടക വാങ്ങിച്ചുകൊണ്ടിരുന്നവരെ സെക്യൂരിറ്റി വാങ്ങിച്ചു. അവർക്ക് ലക്ഷങ്ങൾ നഷ്ടം വന്നിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. ഇതാര് കൊടുക്കും? രണ്ടാമത് ഈ ഡാം തുറന്ന് വിടുന്നതിൻ്റെ 1 മണി ഞാൻ 24 മണിക്കൂറും ആ ചെറുതോണി ടൗണിൽ ഉണ്ടായിരുന്നതാണ്. ആ ഹോട്ടലുകാരോട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് നിങ്ങൾ ഉച്ചയ്ക്കുള്ള ചോറിട്ടുള്ളതാണ് പറഞ്ഞത്. അവർ 10-20 കിലോ അരിയുടെ ചോറ് വിട്ട് വെച്ച് കഴിഞ്ഞിട്ട് അന്നിട്ട് അടച്ച് ഇറങ്ങിക്കൊള്ളാനാണ് പറഞ്ഞത്. ഒരു സാധനം എടുക്കാനുള്ള ഒരു സാവകാശം പോലും കൊടുത്തിട്ടില്ല. ഇത് 3-4 കടക്കാർക്ക് ജില്ലാ പഞ്ചായത്തിൽ നോട്ടീസ് കൊടുത്തു. ഇതെന്താ ചെയ്തത്? അർദ്ധരാത്രി ഡാം അങ്ങ് തുറന്നു വിട്ടു. ഇവർക്ക് ഒരു കൺട്രോളും പറ്റിയില്ല. ആളുകളെ ഒഴിപ്പിക്കേണ്ടതും ഇന്ന ആർക്ക് വാട്ടർ ലെവൽ ഉണ്ടെന്ന് ആദ്യം നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു. അതുപോലെ വാട്ടർ ലെവൽ അവിടെ ഉണ്ട്. അവിടെയുള്ള മുഴുവൻ ആളുകളെയും എൻ്റെ വാട്ടർ ലെവലിൻ്റെ മുകളിലുള്ള എൻ്റെ കടയിൽ സാധനം വരെ ഞാൻ എടുത്തു മാറ്റി. അപ്പോൾ ഇതുപോലുള്ളത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഈ നാശങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അതിനുള്ള നഷ്ടപരിഹാരം സർക്കാർ കൊടുത്തേ മതിയാവുള്ളൂ. സിബി മൈക്കിൾ, ഈ പ്രളയം അതിൻ്റെ കെടുതികളും സംബന്ധിച്ച് ഉള്ള ദുരന്തം സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ ശാസ്ത്രത്തിന് ഒരു പരിധിവരെ കണ്ടെത്താൻ കഴിയുമായിരിക്കാം. പക്ഷേ ശാസ്ത്രം കണ്ടെത്തുന്നതിന് അപ്പുറമാണ് ഈ കഴിഞ്ഞ പ്രളയകാലത്ത് സംഭവിച്ചത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കൂടുതൽ അളവിൽ ഡാമിലേക്ക് ജലം ഒഴുകിയെത്തി. നമ്മൾ തുറന്നുവിടാൻ നിശ്ചയിച്ചിരുന്ന സമയത്ത് ട്രയൽ റൺ സാധ്യമായില്ല. പക്ഷേ ഡാമിൽ മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് അതിനു മുമ്പ് ഡാം തുറന്നു വിട്ടു എന്നത് വാസ്തവമാണ്. പക്ഷേ ആ തുറന്നു വിട്ടത് കൊണ്ടൊന്നും ഈ അണക്കെട്ടിലെ ജലനിരപ്പിന് ഒരു ശമനം വരുത്താൻ അല്ലെങ്കിൽ ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരുന്ന ആ ജലനിരപ്പിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ KSE ബോർഡിന് കഴിഞ്ഞില്ല. അത്രമാത്രമായിരുന്നു പ്രളയം. അപ്പോൾ ഡാമിലേക്ക് ആ വൃഷ്ടിപ്രദേശത്തു നിന്നും ഒഴുകിയെത്തിയ വെള്ളം കൺട്രോൾ ചെയ്യാൻ ഇടുക്കി പോലുള്ള അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ നമ്പർ 1 ഡാമിന് പോലും കഴിയാത്ത സാഹചര്യം നിലവിൽ വന്നു. അപ്പോൾ ഇനി ഉണ്ടാകുന്ന ഈ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച്, നമ്മുടെ പ്രകൃതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതെല്ലാം നമ്മൾ കണക്കാക്കിക്കൊണ്ട് നമുക്കൊരു മുൻകരുതൽ, ഒരു വിചിന്തനം ആവശ്യമല്ലേ? എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം, പ്രകൃതി സംരക്ഷണം കൂടിയേ തീരൂ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ കുറേ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് വീണ്ടും പുനർനിർമ്മിക്കണമെന്ന് വ്യാപാരി വ്യവസായ സമൂഹം ആവശ്യപ്പെടുന്നു. പിന്നെ BJPയുടെ സുരേഷ് അത് അത്രമാത്രം പ്രായോഗികമല്ല, അത് താൽക്കാലിക കെട്ടിടങ്ങളിൽ ഒതുക്കണം എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം വയ്ക്കുന്നു. കാരണം അതൊരു പിന്നീടുണ്ടാകുന്ന ഒരു ദുരന്തത്തെ മുന്നിൽ കാണാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വിഷയം ശരിക്ക് ഇനി അവിടെ ഒരു പുനർനിർമ്മാണത്തിന് മുൻപ് ഒരു മാസ്റ്റർ പ്ലാൻ ഇടുക്കിക്ക് വേണ്ടേ? ഈ ഇടുക്കി ആസ്ഥാനത്തോട് അനുബന്ധിച്ച് വലിയ തോതിൽ കുറേ സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്. 4000-ലധികം ഏക്കർ സ്ഥലം കിടക്കുന്നു. അപ്പോൾ ഈ പുഴയോരത്തുള്ള വ്യാപാര സമൂഹത്തെ ഒന്ന് മാറ്റി സ്ഥാപിക്കാൻ ആ സ്ഥലം വിട്ടുകൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു വിചിന്തനം ആവശ്യമല്ലേ? ഈ അപകട മേഖലയിൽ ഇവർ വീണ്ടും തുടരണോ? തീർച്ചയായും അത് ആവശ്യമാണ്, പുനർചിന്തനം ആവശ്യമാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ രണ്ട് സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടാലോർക്കും ഇവിടുത്തെ ഗവൺമെൻറ്റാണ് ഈ പ്രളയം കൊണ്ടുവന്നതെന്ന്. ഈ ഗവൺമെൻറ് ആണ് ഇതിന് മുഴുവൻ ഉത്തരവാദി എന്നാണ് അവരോട് പറഞ്ഞു വരുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ ഈ ഡാമിൻ്റെ പരിസരമല്ലാത്ത സ്ഥലങ്ങളിൽ പ്രളയം ഉണ്ടായല്ലോ. സ്വാഭാവികമായും ആ തുറന്നു വിടേണ്ട കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള കാലാവസ്ഥയും പെട്ടെന്നുണ്ടായ കാലാവസ്ഥ ചേഞ്ചും അത് ഒരു ഗവൺമെൻറ് ഓരോ മന്ത്രിയെ വിചാരിച്ചിട്ട് വന്നതല്ല. അത് മന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഡാമുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അദ്ദേഹം പറഞ്ഞു അവസാനിപ്പിച്ചോട്ടെ. പറയൂ. അതായത് ഇപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റിനെയോ മന്ത്രിമാരെയോ മന്ത്രിസഭയോ ഒന്നും അല്ല പ്രളയം ഉണ്ടായത്. സ്വാഭാവികമായും മഴ കണ്ടമാനം വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തി ഡാം തുറന്നു വിടേണ്ട സാഹചര്യം ഉണ്ടായി, തുറന്നു വിട്ടു. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കടകൾ നഷ്ടപ്പെട്ട ആൾക്കാർ, അത് ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള കെട്ടിടങ്ങളിൽ വാടക വാങ്ങി അവിടെ ഇരുത്തിയ ആൾക്കാർ ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ കടകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അതിന് ജില്ലാ പഞ്ചായത്തോ സർക്കാർ സംവിധാനങ്ങളോ അവർക്ക് പകരം ഒരു സംവിധാനം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത അവരുടെയാണ്.
അല്ല, ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം താങ്കൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിൽ ഏകദേശം പൈനാവിൽ 14,000-ലധികം ഏക്കർ സ്ഥലം ഈ ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്ത് കിടക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇപ്പോൾ കെട്ടിടങ്ങൾ കുറച്ച് പണിത് പോയി? നമുക്ക് ഈ ടൗണിനൊരു പ്ലാനിങ് വേണം. അവിടെ സുരക്ഷിത മേഖലയിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നത് ഒരു ക്രിയാത്മകമായ ഇടപെടൽ നടത്തുന്ന ഒരു സർക്കാരിൻ്റെ ചുമതല കൂടിയാണ്. ഞാൻ ചോദിച്ചത് അതുകൊണ്ട് അത്തരം ഒരു പദ്ധതികൾക്ക് ഒരു നിർദ്ദേശം വെക്കാൻ കഴിയുമോ? ഇപ്പോൾ വ്യാപാര സമൂഹത്തിലെ പ്രതിനിധികളുണ്ട്, അത്തരം ഒരു നിർദ്ദേശം തീർച്ചയായും അത് വെക്കേണ്ടതാണ്, അത് ആവശ്യമാണ്. വ്യാപാര സമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ? തീർച്ചയായും. അല്ല, എനിക്ക് താങ്കൾ ചോദ്യം വളരെ നന്നായിട്ട് തന്നെ തോന്നുന്നു. കാരണം ചെറുതോണി മാത്രമല്ല ആസ്ഥാന പട്ടണമായിട്ട് ഞങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ചാനൽ ചർച്ചകളിലെല്ലാം അതുപോലെ തന്നെ കളക്ടർക്കടക്കമുള്ള മന്ത്രിക്കടക്കമുള്ളവർക്ക് ഞങ്ങൾ കൊടുത്ത നിവേദനം എന്ന് പറയുന്നത് പൈനാവിലിപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ പൈനാവ് ഉൾപ്പെടുന്ന കളക്ടറേറ്റ് ഉൾപ്പെടുന്ന പൈനാവ്, താന്നിക്കണ്ടം, ആലിഞ്ചോ, വേപ്പാറ ഉൾപ്പെടുന്ന തടിയമ്പാട്, മരിയാപുരം, ഇടുക്കി ഉൾപ്പെടുന്ന ഒരു റൗണ്ട്, ഒരു സർക്കിൾ, പറയമ ഉൾപ്പെടുന്ന ഡാമിൻ്റെ എല്ലാം അവിടെ ഉൾപ്പെടുന്ന അതായിരിക്കണം ഇനി ഉണ്ടാകേണ്ട നഗരം. തീർച്ചയായിട്ടും ഈ ഒരു അവിടെ ഒരിക്കലും വളരാൻ ഒരു സാധ്യതകളും ഇല്ലാത്തൊരു സ്ഥലമാണ് സത്യത്തിൽ ചെറുതോണി. കാരണം അതിനകത്ത് നല്ല സിംഹഭാഗവും സർക്കാർ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ സംഭവങ്ങളാണ്. നമുക്കൊന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ ഇക്കാര്യത്തിൽ? ഇപ്പോൾ ചെറുതോണി പോലെയുള്ള ഒരു സംരക്ഷിത വനമേഖലയിൽ അനധികൃതമായിട്ടും അല്ലാതെയോ കുറേ കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. പക്ഷേ ആ ടൗൺ കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ചിന്ത യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടില്ലേ? ഒരു കാര്യം തിരുത്തണം. ചെറുതോണി ഒരു സംരക്ഷിത വനമേഖലയല്ല. അല്ല, വനമേഖലയല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിൽപ്പെടുന്ന സംരക്ഷിത മേഖലയിൽപ്പെട്ട സ്ഥലമാണ്, അല്ലാണ്ട് വനമേഖല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ വ്യാഖ്യാനിക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇടുക്കി ഡാമിൻ്റെ ജലം ഒഴുകി പോകുന്ന ഒരു പ്രദേശമായിട്ട് സംരക്ഷിത വനമേഖല അക്യൂർ ചെയ്തിട്ടുണ്ട്, കുറേ സ്ഥലങ്ങളിൽ അക്യൂർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ആ സ്ഥലത്ത് നിലനിൽക്കുന്ന കെട്ടിടങ്ങൾ ഇനി അവിടെ സുരക്ഷിതമല്ല. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, ഈ സമീപകാലത്ത് ഉണ്ടാവാത്ത വലിയ തോതിലുള്ള മഴ വന്നു, വലിയ പ്രളയം വന്നു, വലിയ തോതിൽ നീരൊഴുക്കുണ്ടായി. ഈ നീരൊഴുക്ക് അതിജീവിക്കാൻ അണക്കെട്ടിന് സാധിക്കാതെ വന്നപ്പോഴാണ് വലിയ തോതിൽ ജലം തുറന്നു വിടേണ്ടത്. ഇനിയും അങ്ങനെ ഉണ്ടായിക്കൂടില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്, ഈ ടൗൺ വികസനം ഒരു സുരക്ഷിത മേഖലയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടോ? ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ സൂചിപ്പിച്ചു ഗവൺമെൻറ് ഉണ്ടാക്കിയ പ്രളയമല്ല എന്ന് പറയുമ്പോൾ മുന്നറിയിപ്പുകൾ അപകടിച്ചു എന്നുള്ളതിന് തർക്കമില്ല. മന്ത്രി തന്നെ ഇത് 397 ചതുരശ്ര അടിയാവുമ്പോൾ തുറന്നു വിടണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഗവൺമെന്റിൽ തന്നെ ഉണ്ടായിട്ടുള്ള തർക്കങ്ങളാണ് അതിനെ മാറ്റിയത്. നമ്മുടെ ചെറുതോണിയെ അതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മന്ത്രി അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പോലും പിന്നീട് കുറച്ച് ദിവസത്തേക്ക് മഴ പെയ്തില്ല. അതൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ മന്ത്രി ആ കാര്യത്തിൽ അന്നേരം സിബി പറഞ്ഞപ്പോൾ ഞാനും അനങ്ങാതിരുന്ന ആളല്ലേ. അത് കാലാവസ്ഥ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചിട്ടുണ്ട് ഗവൺമെന്റ് എന്നുള്ളതിന് തർക്കമില്ല. കാലാവസ്ഥ മുന്നറിയിപ്പുകൾ കൊടുത്തതാണ്. പിന്നെ ചെറുതോണിയെ സംബന്ധിച്ചിടത്തോളം മാറ്റിയൊരു ചിന്ത ആവശ്യമാണ് എന്നുള്ളതിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ തർക്കങ്ങളുമില്ല. നമുക്കറിയാം ഐഡിയയുടെ കയ്യിലാണെന്നു അവിടുത്തെ ഭൂമി മുഴുവനും ഉണ്ടായിരുന്നത്. അത് കാലക്രമേണ ഐഡിയ പിരിച്ചുവിട്ട സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്തിന് കൈമാറി എന്ന് പറയുമ്പോഴും KSC ബോർഡിൻ്റെ അധീനതയിലുള്ള സ്ഥലത്തിന് ജില്ലാ പഞ്ചായത്ത് കെട്ടിവെക്കേണ്ട തുക ഗവൺമെൻറ്റിൽ കെട്ടിവെച്ചിട്ട് നാളിതുവരെയായിട്ട് അത് ജില്ലാ പഞ്ചായത്തിന് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഓർഡർ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അവിടെ ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ കൈവശമാണ് ഭൂമി എന്ന് പറയുമ്പോഴും ആ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള അനുമതി കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞേക്കുന്നത് അടുത്ത പദ്ധതി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 5 കോടി രൂപയുടെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനും ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുണ്ടായിരുന്ന കെട്ടിടങ്ങളിൽ ഉണ്ടായിരുന്ന വ്യാപാരികളെ അവിടെ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പറഞ്ഞു, അവിടെ വ്യാപാരികളായിട്ടുള്ള 10-30ഓളം വ്യാപാരികളുടെ കെട്ടിടങ്ങൾ ഒളിച്ചു പോയിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ടുള്ളവരുണ്ട്. അവരെ പകരം ഒരു സ്ഥലത്തേക്ക് മാറ്റുമ്പോൾ അവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടപരിഹാരം KSC ബോർഡും ഗവൺമെൻറ്റും കൊടുക്കേണ്ടതാണ് എന്ന അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർക്ക് പട്ടയം കൊടുത്തത് ഈ ഗവൺമെൻറ്റുകളാണ്, അവർക്ക് കറണ്ട് കണക്ഷൻ കൊടുത്തത് ഗവൺമെൻറ്റാണ്,
അപ്പോൾ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണെങ്കിൽ അതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം കൊടുത്തുകൊണ്ട് വേണം അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന്. മാറ്റിപ്പാർപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അവിടെ നാളുകളിലും ഉണ്ടാകുന്ന സമയം അവസാനിപ്പിക്കുകയാണ്. ഒരു 30 സെക്കൻഡ് കൊണ്ട് താങ്കൾക്ക് ഈ ഗവൺമെന്റുകളെ എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാലാകാലങ്ങളായി വന്ന രണ്ട് ഗവൺമെന്റിന്റെ പ്രതിനിധികളുണ്ടല്ലോ ഇവിടെ. കാര്യം ഈ നമ്മുടെ മണിയാശാൻ വന്നതിന് ശേഷം ആണ്, അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച് മണിയാശാൻ വന്നതിന് ശേഷം ഭൂമി ഇത് വെട്ടി. ഇല്ല മണിയാശാൻ വന്നതിന് ശേഷമാണ് ഈ പൈസ അടച്ചേക്കുന്നത്. അതിനൊരു അടിയന്തരമായ ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തരമായ തയ്യാറാകുന്നില്ല. രാഷ്ട്രീയത്തിന് അതീതമായി ഇടുക്കിയുടെ പുരോഗതിക്ക് വേണ്ടി ഈ രാഷ്ട്രീയ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കാതെ ഭരണകക്ഷിക്കാരെയോ അല്ലെങ്കിൽ ഭരണകക്ഷിക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെ ഭരണക്കാരാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഒരു പദ്ധതി ഇടുക്കിയിൽ കൊണ്ടുവന്നാൽ ഇപ്പൊ കാലാകാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെങ്കിൽ മൂന്നാമത് പ്രതിപക്ഷം ഭരണപക്ഷം BJP ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിച്ച് ഈ കൊണ്ടുവരുന്ന പദ്ധതികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സവിശേഷതയാണ് ഇടുക്കിയെ സംബന്ധിച്ച് നിലവിൽ കണ്ടുപിടിക്കുന്നത്. അതിനൊരു മാറ്റം ഉണ്ടായാൽ ആ മാറ്റമായിരിക്കും ഇടുക്കിക്ക് ഏറ്റവും അനുകൂലമായി വരുന്ന. ശ്രീ NJ വർഗീസ്, എന്താണ് 30 സെക്കൻഡ്? തീർച്ചയായിട്ടും ഇടുക്കി ആസ്ഥാന നഗരിയോട് ഇന്നത്തെ കാലാകാലങ്ങളിൽ വന്നിരിക്കുന്ന എല്ലാ സർക്കാരുകളും ഈ പറഞ്ഞ വേണ്ടത്ര പരിഗണന തന്നിട്ടില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഈ പ്രളയം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഈ ഡാമിൻ്റെ അതുപോലെ ഈ പ്രളയകാലത്തിന് ശേഷം അതിനുശേഷം നാശമുണ്ടായ ചെറുതോണി ഒഴികെ മറ്റ് കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും ക്ലിയറായിട്ട് അവിടെ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. അത് മാസങ്ങൾക്ക് മുമ്പേ സംഭവിച്ചു കഴിഞ്ഞു. ചെറുതോണിക്ക് മാത്രം എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു മാറ്റി നിർത്തുന്ന അതിനകത്ത് വളരെ വേദനിപ്പിക്കുന്നൊരവസ്ഥയുണ്ട്. കാരണം ഇത് ചെറുതോണി ഇപ്പോഴല്ലായിരുന്നു നിങ്ങളൊക്കെ പറയുന്നത് ചെറുതോണി മാറ്റി സ്ഥാപിക്കുന്നതിൽ ഞങ്ങൾക്ക് തടസ്സമില്ല എന്ന്. അതൊരു കാരണം ശരിയായത് ഞങ്ങളുടെ എല്ലാം ജീവിതവും ഞങ്ങളുടെ അപ്പനും ഞങ്ങളുടെ തലമുറകളുടെ ജീവിതമാണ് അവിടെ തീർന്നത്. അതിന് ഇവർക്ക് വേണമെങ്കിൽ ഈ ബോർഡിനെ നേരത്തെ ഞങ്ങളെയൊക്കെ മാറ്റി പാർപ്പിക്കാം. അങ്ങനെ അയ്യപ്പൻകോവിൽ പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ മാറ്റി പാർപ്പിച്ച് അങ്ങനെ ഈ നിലനിൽക്കുന്ന ചെറുതോണിയെ സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ പുഴതീരങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇപ്പം വരാൻ പോകുന്ന പാലങ്ങളും അതുപോലെ ആ റോഡും എല്ലാം വന്ന് ഇടുക്കിയെ ഒരു വളരെ ഏറ്റവും ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാക്കി മാറ്റാം ഞങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ഈ സർക്കാർ ആർജവമുള്ള സർക്കാർ വിചാരിച്ചാൽ നടക്കും എന്നാണ് കൂടി പറഞ്ഞാൽ ഈ ചർച്ചയുടെ ഒരു അവസാനം. നിങ്ങൾ ഈ രാഷ്ട്രീയ വിവേചനം അവസാനിപ്പിച്ച് കണക്കുകൾ കിട്ടിയില്ല എന്നുള്ള ആ വാദം ഉന്നയിക്കാതെ നമ്മുടെ നാടിൻ്റെ ജനനിരപ്പിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് 30 സെക്കൻഡ് കൊണ്ട് നിങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്താൽ അത് നിർമ്മാണം നിരോധിത മേഖലയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവിടെ റോഡിൻ്റെ സംരക്ഷണ ഭിത്തി കിട്ടുന്നതും ആറ്റിൽ നിന്നാണ്. അത് നിർമ്മാണത്തെ ബാധിക്കില്ലേ? അത് ഡാം തുറന്നു വിട്ടാൽ അത് പോവില്ലേ? 35 കോടി 48 ലക്ഷം രൂപ മുടക്കിയാണ് ഇപ്പോൾ സംരക്ഷണ ഭിത്തി അവിടെ കിട്ടുന്നത്. അത് പോവുകയല്ലെന്ന് എന്താണ് ഉറപ്പുള്ളത്? അതിനേക്കാളും വലിയ പാറ ഉൾപ്പെടെയുള്ളത് ഇടിഞ്ഞു പോയി ഡാം തുറന്നു വിട്ടപ്പോൾ. അപ്പോൾ അത് നിർമ്മാണത്തെ ബാധിക്കുന്നില്ലേ? അതേപോലെ തന്നെയാണ് ചെറുതോണി ഇപ്പോൾ നിലനിൽക്കുന്നത്. ചെറുതോണിയെ നിലനിർത്തണോ വേണ്ടായോ എന്നുള്ളത് അതൊരു പഠനം തന്നെ നടത്തണം. അതിനുള്ള മറ്റു മാർഗ്ഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ കണ്ടെത്തണം. അതാണ് വേണ്ടത്. ചെറുതോണിയിൽ ഇപ്പം അപ്പച്ചായി പറഞ്ഞതുപോലെ എൻ്റെ ചെറുപ്പം തൊട്ട് ചെറുതോണിയിൽ അപ്പനപ്പന്മാരുണ്ടാക്കി വെച്ച ഒരു മുതലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയ 3 നില കെട്ടിടങ്ങൾ അവർക്ക് വേറൊന്നുമില്ല, അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇവർക്ക് വേണ്ട നഷ്ടപരിഹാരങ്ങളും അവരെ പുനരധിവസിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് മറ്റു മാർഗ്ഗങ്ങളുണ്ടോയെന്ന് അതുകൂടി ചിന്തിക്കണം. ഇപ്പോൾ ചെറുതോണിയോ ഇല്ലെങ്കിൽ ജില്ലാ ആസ്ഥാന പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സംവിധാനമില്ല. അതിന് വേണ്ടുന്ന ഒരു താൽക്കാലിക സംവിധാനത്തിൽ കുറച്ച് മണ്ണിട്ടാണെങ്കിൽ മഴ വരുമ്പോൾ ഒഴിഞ്ഞു പോട്ടെ. താൽക്കാലിക നിർമ്മാണങ്ങൾ അവിടെ ടെമ്പററി ആയിട്ടുള്ള നിർമ്മാണങ്ങൾക്ക് ഒരു അനുമതി കുറവുമില്ല. പക്ഷേ ഇടുക്കിയിലുള്ള താൽക്കാലിക നിർമ്മാണം ഇപ്പോൾ പറ്റില്ല. നിങ്ങളുടെ നിർമ്മാണം എവിടെ എത്തുന്ന പറയുന്നത് ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ റോഡോ ഒന്നും പറ്റില്ല, സമയമില്ല. ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാഹചര്യം ഇല്ല. നമ്മൾ ചർച്ച ചെയ്തു വന്നിരുന്ന പ്രളയാനന്തര പുനഃസൃഷ്ടിയിൽ ഇടുക്കി ആസ്ഥാനത്തെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അവഗണിക്കുമോ എന്ന വിഷയത്തിലാണ് ബ്രേക്കിംഗ് അവർ സമാപിക്കുന്നു. നമസ്കാരം.